അധ്യായം ഭക്തിയോഗം. ഭക്തിയോഗത്തിൽ അവസാനത്തെ ശ്ലോകങ്ങൾ 18-19 ശ്ലോകങ്ങൾ വായിക്കാം. ഓക്കെ, അതിന് മുന്നേ 17-ാമത്തെ ശ്ലോകം വായിക്കാം. 17-ാമത്തെ ശ്ലോകം. ഈ അധ്യായത്തിൽ മുഴുവൻ ഭഗവാൻ ഭക്തിയിലേക്ക് എങ്ങനെയാണ് പ്രവേശിക്കേണ്ടത്, ഭക്തിയിൽ വ്യത്യസ്തമായിട്ടുള്ള പടികൾ ഏതൊക്കെയാണ്, നമ്മൾക്ക് അനുയോജ്യമായിട്ടുള്ള ഭക്തിയിലെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. ഭഗവാന്റെ കാരുണ്യം നമ്മൾക്ക് ഈ അധ്യായത്തിൽ കാണാൻ സാധിക്കും. ചിലപ്പോൾ ഭഗവാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് അതേപടി സ്വീകരിച്ച് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ സാധിച്ചെന്നുമില്ല. എല്ലാവർക്കും ഒരേപോലെ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്യുന്നുണ്ട്, നിനക്ക് അത് പറ്റുന്നില്ലെങ്കിൽ നീ ഇത് ചെയ്യും എന്ന് പറഞ്ഞ് മാറി മാറി ഓരോ സ്റ്റെപ്പുകൾ പറഞ്ഞു തരുന്നുണ്ട് അല്ലേ. അപ്പം ഭഗവാൻ എന്താണ് പറയാ, ഒരു ഡിക്റ്റേറ്റർ, ഞാൻ പറയുന്ന അതേപടി ചെയ്യണം എന്ന് പറയുന്ന ഒരു ഫ്ലെക്സിബിൾ അല്ലാത്ത ആളല്ല. ഭഗവാൻ ഉദാരമതിയാണ്. ഭഗവാൻ വളരെ വിശാല മനസ്കനാണ്. നമ്മൾക്ക് ഏത് നിലവാരത്തിലുള്ള ഭക്തിയാണോ ചെയ്യാൻ സാധിക്കുന്നത് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ഭഗവാൻ നിർദ്ദേശിക്കുന്നുണ്ട്. ഇവിടെ അവസാനത്തെ ഭാഗത്ത് എങ്ങനെയുള്ള ഭക്തന്മാരെയാണ് ഭഗവാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് ഭഗവാൻ പറയുന്നത്. ഭഗവാന് ആരെയാണ് ഇഷ്ടം അല്ലെ? ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനോടുള്ള ഇഷ്ടമാണ് അല്ലെ, ഭഗവാനോടുള്ള സ്നേഹമാണ്. അപ്പം ഭഗവാന്റെ ഇഷ്ടപ്പെട്ടവരാവണമെങ്കിൽ നമ്മൾക്ക് എന്തറിഞ്ഞിരിക്കണം, ഭഗവാന്റെ ഇഷ്ടം എന്താണെന്ന് നമ്മൾക്ക് അറിഞ്ഞിരിക്കണം അല്ലെ. ആരെയാണ് ഭഗവാൻ കൂടുതൽ ഇഷ്ടം, ഇങ്ങനെയുള്ള സ്വഭാവമുള്ള വ്യക്തികളെയാണ് ഭഗവാൻ ഇഷ്ടം എന്ന് അവസാന ഭാഗത്ത് ഭഗവാൻ പറയുന്നതാണ്. ഭക്തന്മാരുടെ സ്വഭാവങ്ങളാണ്. എൻ്റെ ഭക്തന്മാർ ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് ഭഗവാന് ചില ആഗ്രഹമുണ്ട് അല്ലേ. കാരണം ഭഗവാൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്, ഒരു ഇൻഡിവിജ്വൽ ആണ് അല്ലെ. ഈശ്വരൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഹൃദയമില്ലാത്ത ഒരാളല്ല അല്ലെ. നമ്മൾ പറയും നമ്മൾ എന്ത് മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ചിന്തിക്കും അതൊക്കെ ഭഗവാൻ ക്ഷമിച്ചോളും എന്ന് നമ്മൾ വിചാരിക്കും അല്ലെ. ഭഗവാൻ എല്ലാം ക്ഷമിക്കാനുള്ള ഒരാളാണ്. അല്ലെങ്കിൽ ഭഗവാന്റെ ഹൃദയം എന്താണ്, കല്ല് പോലെ ആയിരിക്കണം എന്നാണ് നമ്മൾ വിചാരിക്കുക. എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഭഗവാൻ ഇരിക്കണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഭഗവാൻ ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ട്. കാരണം ഭഗവാനും ഒരു വ്യക്തിയാണ്. ഭഗവാൻ നമ്മളെ പോലെ തന്നെ ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഭഗവാന്റെ ഇഷ്ടം ഇവിടെ ഭഗവാൻ പറയുന്നത് അല്ലെ. അപ്പൊ ഭക്തന്മാർ അത് അറിഞ്ഞിരിക്കണം. അങ്ങനെയാണ് നമുക്ക് ഭക്തിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ 17-ാമത്തെ ശ്ലോകം വായിക്കാം. പന്ത്രണ്ടാമത്തെ അധ്യായത്തിലെ 17-ാമത്തെ ശ്ലോകം. യോ ന ഹൃഷ്യതി ന ദ്വേഷ്ടി ന ശോചതി ന കാംക്ഷതി ശുഭാശുഭാ പരിത്യാഗി ഭക്തിമാൻ യസ മേ പ്രിയഃ. യോ ന ഹൃഷ്യതി ന ദ്വേഷ്ടി ന ശോചതി ന കാംക്ഷതി ശുഭാശുഭാ പരിത്യാഗി ഭക്തിമാൻ യസ മേ പ്രിയഃ. യോ ന ഹൃഷ്യതി ന ദ്വേഷ്ടി ന ശോചതി ന കാംക്ഷതി ശുഭാശുഭാ പരിത്യാഗി ഭക്തിമാൻ യസ മേ പ്രിയഃ. യോ ന ഹൃഷ്യതി ന ദ്വേഷ്ടി
न शोचति न कांक्षति शुभाशुभपरित्यागी भक्तिमान्य समे प्रियः यो न हृष्यति न द्वेष्टि न शोचति न कांक्षति शुभाशुभपरित्यागी भक्तिमान्य समे प्रियः यो न हृष्यति न द्वेष्टि न शोचति न कांक्षति शुभाशुभपरित्यागी भक्तिमान्य समे प्रियः यो न हृष्यति न द्वेष्टि न शोचति न कांक्षति शुभाशुभपरित्यागी भक्तिमान्य समे प्रियः यो न हृष्यति न द्वेष्टि न शोचति न कांक्षति शुभाशुभपरित्यागी भक्तिमान्य समे प्रियः यो न हृष्यति न द्वेष्टि न शोचति न कांक्षति शुभाशुभपरित्यागी भक्तिमान्य समे प्रियः यो न हृष्यति न द्वेष्टि न शोचति न कांक्षति शुभाशुभपरित्यागी भक्तिमान्य समे प्रियः വാക്യാർത്ഥം യഹ യാതൊരുവൻ ന ഹൃഷ്യതി സന്തോഷിക്കുന്നില്ല ന ദ്വേഷ്ടി ദ്വേഷിക്കുന്നില്ല ന ശോചതി ശോചിക്കുന്നില്ല ന കാംക്ഷതി കാക്ഷിക്കുന്നില്ല ശുഭാശുഭപരിത്യാഗി ശുഭാശുഭങ്ങളെ പരിത്യജിക്കുന്നവനായി യഹ യാതൊരു ഭക്തിമാൻ ഭക്തനുണ്ടോ സഹ അവൻ മേ പ്രിയഃ എനിക്ക് പ്രിയനാകുന്നു. വിവർത്തനം വായിച്ചോളൂ. ഒരു വിശുദ്ധ ഭക്തന് ഭൗതിക ലാഭനഷ്ടങ്ങളിൽ സന്തോഷമോ സന്താപമോ തോന്നാറില്ല. ഒരു ശിഷ്യനെയോ മകനെയോ ലഭിക്കണമെന്ന് അയാൾ ആഗ്രഹിക്കാറില്ല. ലഭിച്ചില്ലെങ്കിൽ ദുഃഖിക്കുകയുമില്ല. തനിക്ക് നന്നേ പ്രിയപ്പെട്ടതെന്തെങ്കിലും നഷ്ടമാകുമ്പോൾ അയാൾ വിലപിക്കുകയുമില്ല. താൻ ആഗ്രഹിച്ചത് കിട്ടിയില്ലെങ്കിൽ വ്യസനിക്കുകയുമില്ല. ശുഭങ്ങളും അശുഭങ്ങളും പാപഭംഗിരങ്ങളുമായ പ്രവർത്തനങ്ങൾക്ക് അതീതനാണ് ഭക്തൻ. ഭഗവത് പ്രീതിക്ക് വേണ്ടി ഏതാപത്തും ചുമക്കാൻ തയ്യാറാണ് അയാൾ. തന്റെ ഭക്തിയുത സേവനം നിറവേറ്റുന്നതിൽ യാതൊന്നും തടസ്സമല്ല തന്നെ. അങ്ങനെയുള്ള ഭക്തനോടത്രേ കൃഷ്ണനെ ഏറ്റവും സ്നേഹം. ഇതെല്ലാം വലിയ വലിയ ഉയർന്ന തരത്തിലുള്ള ഭക്തന്മാരുടെ സ്വഭാവങ്ങളാണ് അല്ലെ. യോ ന ഹൃഷ്യതി ന ദ്വേഷ്ടി ന ശോചതി ന കാംക്ഷതി ശുഭാശുഭപരിത്യാഗി ഭക്തിമാൻ യസമേ പ്രിയഃ. ശുഭാശുഭപരിത്യാഗി എന്നാണ് പറയുന്നത്. ശുഭാശുഭപരിത്യാഗി, ശുഭത്തിലും അശുഭത്തിലും യാതൊരു വ്യതിചലനവും ഇല്ലാതെ ഒരേപോലെ നിൽക്കുന്ന വ്യക്തി എന്നാണ് പറയുന്നത്. അപ്പം ഭാഗവതത്തിൽ പറയുന്നത് രണ്ട് തരത്തിലുള്ള ഭക്തന്മാരുണ്ട് പ്രധാനമായും. ഒന്ന് സകാമ ഭക്തന്മാര്, മറ്റൊന്ന് അകാമ ഭക്തന്മാർ. സകാമ ഭക്തന്മാരും അകാമ ഭക്തന്മാരും. ഇപ്പൊ ഇവിടെ ഭഗവാൻ പറയുന്നത് അകാമ ഭക്തന്മാരെ കുറിച്ചാണ്. സകാമ ഭക്തന്മാർക്ക് ഉദാഹരണമാണ് ദേവന്മാര് അല്ലെ. ദേവന്മാരൊക്കെ ഭക്തന്മാരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭക്തന്മാരാണോ ദേവന്മാര്?
ഭഗവാന്റെ ഭക്തന്മാരാണോ? ഭക്തന്മാരാണ് അല്ലേ? കാരണം എന്താണ്? അവർ ഭഗവാൻ വിഷ്ണുവിനെ ആരാധിക്കുന്നുണ്ട്. ഭഗവാൻ വിഷ്ണുവിനെ ആരാധിക്കുന്നവരൊക്കെ ഒന്നല്ലെങ്കിൽ മറ്റു തരത്തിൽ ഭക്തന്മാരാണ്. പക്ഷെ അവര് അകാമ ഭക്തന്മാരല്ല എന്നാണ് പറയുന്നത്. അപ്പൊ ദേവന്മാര് എപ്പോഴാണ് ഭഗവാന്റെ അടുത്തേക്ക് ഓടിപ്പോകുന്നത്? ഏതെങ്കിലും അസുരൻ വന്ന് ആക്രമിക്കുന്ന സമയത്താണ് ഇവരെല്ലാവരും കൂടി ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നത് അല്ലെ? അല്ലാത്ത സമയത്ത് അങ്ങനെ വലിയ ഇഷ്യൂ ഒന്നുമില്ല. അല്ലാത്ത സമയത്ത് അവര് സ്വർഗത്തില് എൻജോയ്മെന്റ് ആണ് അല്ലെ? പാട്ട്, ഡാൻസ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നടക്കും. അപ്പൊ അതിലാണ് അവര് ഇരിക്കുന്നത്. അവർക്ക് വിഷ്ണുവിന്റെ ആരാധന ചെയ്യാൻ ഒരാളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവരൊന്നും നേരിട്ട് അതൊന്നും ചെയ്യുന്നില്ല. ആരാണ്? അവർക്ക് ഗുരുവുണ്ട്. ദേവന്മാർക്ക് ഗുരുവായിട്ട്, കുലഗുരുവായിട്ട് ബൃഹസ്പതി ഉണ്ട്. അദ്ദേഹം ചെയ്തോളും അല്ലെ? നമ്മൾ എന്ത് ചെയ്താൽ മതി? അവിടെ പോയിട്ട് എൻജോയ്മെന്റ് ഒക്കെ ചെയ്താൽ മതി. അവിടെ ഒരുപാട് അപ്സരസുമാരൊക്കെ ഉണ്ട് അല്ലെ? രംഭ, തിലോത്തമ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് അപ്സരസുമാര്, അവിടെ പാട്ട്, ഡാൻസ്, ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളുമാണ്. അപ്പൊ ഇതിനെന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്ന സമയത്താണ് ദേവന്മാർ പോയിട്ട് ഭഗവാന്റെ അടുത്തേക്ക് പോയി പ്രാർത്ഥിക്കുന്നത്. അപ്പൊ എന്തിനാണ് അവർ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്? അവരുടെ ഉദ്ദേശം എന്താണ്? ഞങ്ങള് ഒരുപാടായി എൻജോയ് ചെയ്യുന്നു അല്ലെ? ഈ എൻജോയ് ചെയ്യുമ്പോഴൊക്കെ ഡിസ്റ്റർബൻസ് ആണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഭൗതികമായിട്ടുള്ള വസ്തുക്കളൊന്നും വേണ്ട, ഞങ്ങൾക്ക് ശുദ്ധഭക്തി മാത്രം മതി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനാണ് അവർ പോകുന്നത്? അല്ല. അവരെന്തിനാണ്? ഞങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നുണ്ട്, ഞങ്ങളെ സഹായിക്കണം അല്ലെ? നിങ്ങളാണ് എല്ലാവരെയും സംരക്ഷിക്കുന്ന ആള് അല്ലെ? അങ്ങ് സംരക്ഷകനാണ്, പരിപാലകനാണ് വിഷ്ണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഞങ്ങളെ പരിപാലിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ദേവന്മാർ വിഷ്ണുവിനെ പോയി പ്രാർത്ഥിക്കുന്നത് അല്ലെ? അത് വിഷ്ണുവിനൊരു സങ്കടമാണ്. ഇവർ എത്രയും പ്രശ്നമുണ്ടായിട്ടും ഞാനെന്താണ് ഉദ്ദേശിക്കുന്നത്? ഇടയ്ക്കിടയ്ക്ക് പ്രശ്നമുണ്ടാവും. ഭൗതിക ലോകമാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് ഇവർ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? അയ്യോ, ഇനി ഈ ഭൗതികമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും വേണ്ട, അങ്ങയുടെ യഥാർത്ഥ ഭക്തി ലഭിക്കണം എന്ന് ദേവന്മാർ എപ്പോഴെങ്കിലും പ്രാർത്ഥിക്കുമെന്നാണ് അവർ വിചാരിക്കുന്നത്, ഭഗവാൻ വിചാരിക്കുന്നത്. പക്ഷെ ദേവന്മാർ അങ്ങനെ പ്രാർത്ഥിക്കും? ഇല്ല. ദേവന്മാര് പ്രാർത്ഥിക്കുന്നത് ഈ പ്രശ്നം, താൽക്കാലികമായിട്ടുള്ള പ്രശ്നം ഒക്കെ സോൾവ് ചെയ്ത് തരണം. ഇപ്പൊ ഒരു അസുരം വന്നിട്ട് ഞങ്ങൾ ആക്രമിക്കുന്നുണ്ട്, അതൊന്ന് സോൾവ് ചെയ്ത് തരണം, അതിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഏതായാലും ഭഗവാൻ എന്ത് ചെയ്യുന്നുണ്ട്? ആരാണോ ഭഗവാനെ ശരണം പ്രാപിച്ചിട്ടുള്ളത് അവർക്ക് വേണ്ട സംരക്ഷണമൊക്കെ ഭഗവാൻ തന്നെ നൽകും. അപ്പൊ ദേവന്മാർ ഭഗവാനെ ശരണം പ്രാപിക്കുന്നത് കൊണ്ട് വിഷ്ണു എന്ത് ചെയ്യും? ഭഗവാൻ എന്ത് ചെയ്യും? അതിനൊരു സൊല്യൂഷൻ ചെയ്തു കൊടുക്കും, ഒരു പരിഹാരം ചെയ്തു കൊടുക്കും. ഇപ്പൊ ഇങ്ങനെയുള്ള ഭക്തന്മാരെയാണ് സകാമ ഭക്തന്മാരെന്ന് പറയുന്നത്. എന്തെങ്കിലും ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഇവർ വരുന്നത് അല്ലേ? ആർത്തോ ജിജ്ഞാസുര അർത്ഥാർത്ഥി എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നത്. എന്തെങ്കിലും ഭൗതികമായിട്ട് പ്രശ്നം ഉണ്ടാകുമ്പോൾ ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നു. പക്ഷെ അതിലും ഉയർന്ന തരത്തിലുള്ള ഭക്തന്മാരെ കുറിച്ചാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അവര് യഥാർത്ഥ ഭക്തന്മാര്. അവരേതെങ്കിലും ഭൗതിക ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല ഭഗവാനെ ശരണം പ്രാപിക്കുന്നത്. അവരെന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവാന്റെ സേവനം ചെയ്യണം. ഭഗവാന്റെ സേവനം ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് സന്തോഷമാണ്. ഏതൊരു അവസരത്തിലാണെങ്കിലും ഭഗവാന്റെ സേവനം ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെയുള്ള ഭക്തന്മാര് ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരിക്കലും ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നില്ല എന്നാണ് പറയുന്നത്. അത് ഏറ്റവും ഉയർന്ന തരത്തിലുള്ള ഭക്തന്മാര്. അങ്ങനെയുള്ള ഭക്തന്മാരെ കുറിച്ച് നമുക്ക് ഭാഗവതത്തില് നിറച്ചും കാണാൻ സാധിക്കും. ഭാഗവതത്തിൽ അങ്ങനെ ഉയർന്ന തരം ഭക്തന്മാരെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ഭഗവാൻ എന്താണ് പറയുന്നത്? ശുഭാശുഭ പരിത്യാഗി എന്ന്. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലം എന്തുണ്ടാവും? എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നമുണ്ടാവും. ചിലപ്പോൾ വളരെ നല്ലതായിട്ട് തോന്നും അല്ലേ? ചിലപ്പോൾ വളരെ നല്ലതാണ്, ജോലി കിട്ടി, നല്ല വീടുണ്ട്, നല്ല സൗകര്യം, നല്ല ഭാര്യ, നല്ല ഭർത്താവ്, നല്ല മക്കൾ, അല്ലെ, സുഖമായിട്ട് പോകുന്നു, നല്ലതാണ്, എല്ലാം ശുഭമാണ് എന്ന് വിചാരിക്കും. പക്ഷെ എല്ലാ ദിവസവും അങ്ങനെ തന്നെ ആയിരിക്കും. ഓരോ സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും അല്ലെ? ഓരോ ദിവസവും ഓരോരോ പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതെല്ലാ ദിവസവും അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതില് ഈ ഭക്തന്മാർ, ഇങ്ങനെയുള്ള ഉയർന്ന ഭക്തന്മാര് അതിലൊന്നും വേവലാതിപ്പെടുന്നില്ല എന്നുള്ളത്. അതാണ് ഏറ്റവും ഉയർന്ന ഭക്തന്മാരുടെ ക്വാളിറ്റീസ് എന്ന് പറയുന്നത്. ശുഭാശുഭ പരിത്യാഗി. ശുഭത്തിലും അശുഭത്തിലും അവർ ഭക്തി ചെയ്തുകൊണ്ടിരിക്കും. എല്ലാ സാഹചര്യമുണ്ട്, ഭൗതികമായിട്ട് എല്ലാ സൗകര്യമുണ്ട്. ആ സൗകര്യമുള്ള സമയത്ത് അവരെന്ത് ചെയ്യും?
ഭക്തി ചെയ്തുകൊണ്ടിരിക്കും. ഒരു സാഹചര്യമില്ല, വലിയ ബുദ്ധിമുട്ടാണ്, അല്ല, എല്ലാവരും എതിർക്കുകയാണ്, വീട്ടിലൊക്കെ പ്രശ്നമാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്ത് ചെയ്യും? അവര് ഭക്തി ചെയ്തുകൊണ്ട്. ഇനി ചിലപ്പോൾ ആരെങ്കിലും അവരെ മോശമായിട്ട് അവരെ സംസാരിക്കും, ചിലപ്പോൾ ആളുകളെ ശപിക്കും. അല്ലെ, ഭക്തന്മാർക്ക് ശാപം കിട്ടിയ കഥകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അല്ലെ, ഭക്തന്മാരെ ശപിക്കും ആളുകൾ. ഭക്തന്മാർക്ക് ശാപം കിട്ടിയ ഏതെങ്കിലും കഥ കേട്ടിട്ടുണ്ടോ? നമ്മൾ വിചാരിക്കുന്നത് ഭക്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല, ശാപം ഒന്നും ഉണ്ടാവില്ല, ഫുൾ അനുഗ്രഹം മാത്രം നമ്മൾക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്നാണ് വിചാരിക്കുന്നത്, അല്ലെ? പക്ഷെ ഭക്തന്മാർക്കും ശാപം ഒക്കെ കിട്ടും, അല്ലെ? വൃത്രാസുരൻ, അല്ലെ? വൃത്രാസുരന് ശാപം കിട്ടി. അല്ല, ആരാ ശപിച്ചത്? സാധാരണ ആളൊന്നല്ല ശപിച്ചത്. ആരാ ശപിച്ചത്? ദുർഗാദേവി, പാർവതി ദേവിയാണ് ശപിച്ചിട്ടുള്ളത്. ഈ മുഴുവൻ ഭൗതിക ലോകത്തിന്റെയും അമ്മയാണ്, അല്ലെ? ഭൗതിക ലോകത്തിനെ മുഴുവൻ സംരക്ഷിക്കുന്ന, ലോകത്തിനെ മുഴുവൻ സൃഷ്ടിക്കാനും സംരക്ഷിക്കാനും നശിപ്പിക്കാനും സാധിക്കുന്ന, സൃഷ്ടിസ്ഥിതി പ്രളയ സാധന ശക്തിയേക ഛയേവൈസ്യ ഭുവനാരി വിവർത്തി ദുർഗ. അങ്ങനെയുള്ള ആളാണ് ശപിച്ചിട്ടുള്ളത്, വൃത്രാസുരനെ ശപിച്ചിട്ടുള്ളത്. അതിന് കാരണം എന്താണ്? യഥാർത്ഥത്തിൽ വൃത്രാസുരനല്ല ശാപം കിട്ടിയത്, വൃത്രാസുരൻ ആകുന്നതിന്റെ മുന്നേ, അല്ലെ? ആർക്കാണ്? ചിത്രകേതുവിനാണ് ശാപം ലഭിച്ചിട്ടുള്ളത്. ആ ചിത്രകേതു യഥാർത്ഥത്തിൽ ഭഗവാന്റെ ഭക്തനായിരുന്നു. എങ്ങനെയാണ് ചിത്രകേതു ഭഗവാന്റെ ഭക്തനായത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. നാരദ മുനിയുടെയും അംഗിരസ് മഹർഷിയുടെയും അനുഗ്രഹം കൊണ്ടാണ് അവർക്ക് ഭക്തി കിട്ടിയിട്ടുള്ളത്, അല്ലെ? നേരത്തെ ചിത്രകേതും ഇതേപോലെ ഒരു സകാമ ഭക്തനായിരുന്നു, ഭൗതിക നേട്ടത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് കുട്ടികളുണ്ടായിരുന്നില്ല, അല്ലെ? കുട്ടികളുണ്ടായിരുന്നില്ല. അദ്ദേഹം കുട്ടികളില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് വലിയ ദുഃഖം. അദ്ദേഹത്തിന് ഭാര്യമാർ എത്രയാണ്? എത്ര ഭാര്യമാരാണെന്ന് പറയുന്നു? 1 കോടി ഭാര്യമാരാണ് ഉള്ളതെന്ന് പറയും. 1 കോടി ഭാര്യമാരെ. ഭഗവാനൊക്കെ തോറ്റു പോകും, അല്ലെ? അപ്പൊ 1 കോടി ഭാര്യമാരാണ് അദ്ദേഹത്തിനുള്ളത്. കലിയുഗത്തിലല്ല, കലിയുഗത്തിൽ നമുക്കത് സങ്കല്പിക്കാൻ സാധിക്കില്ല. അപ്പം ഇദ്ദേഹം സത്യയുഗത്തിലോ ത്രേതായുഗത്തിലോ ഒക്കെ ഉള്ള വ്യക്തിയായിരിക്കും. ഇദ്ദേഹത്തിന് 1 കോടി ഭാര്യമാരുണ്ടായിട്ടും ഇദ്ദേഹത്തിന് പുത്രന്മാരുണ്ടായിരുന്നില്ല. കാരണം എന്താണ്? മക്കളുണ്ടാകാനുള്ള വിധി അദ്ദേഹത്തിന്റെ ജാതകത്തിൽ ഇല്ല. അതുകൊണ്ടാണ്, അല്ലെ? ആ വിധി ഇല്ലെങ്കിൽ പിന്നെ എത്ര ഭാര്യമാരുണ്ടെങ്കിലും എത്ര സൗകര്യങ്ങളുണ്ടെങ്കിലും ഒന്നും ആ വിധി ഇല്ലെങ്കിൽ പിന്നെ നമ്മൾക്കത് ലഭിക്കില്ല. അപ്പൊ ഇദ്ദേഹത്തിനും മക്കളില്ലാതെ വലിയ സങ്കടം. അപ്പൊ ആ സമയത്താണ് അംഗിരസ് മഹർഷി അവിടേക്ക് വരുന്നത്. എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിച്ച സമയത്ത് പറഞ്ഞു, ഇദ്ദേഹം അംഗിരസ് മഹർഷി വന്നിട്ടുള്ളത് ഇദ്ദേഹത്തിന് ഭക്തിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനാണ് യഥാർത്ഥത്തിൽ വന്നത്. പക്ഷെ ഇങ്ങനെ വിലപിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക്, ഭൗതികമായിട്ട് ഒരുപാട് ആവശ്യങ്ങളുള്ള ഒരു വ്യക്തിക്ക് ഭക്തിയെ കുറിച്ച് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇദ്ദേഹം എന്താണ് പറയുന്നത്? എന്റെ ആവശ്യത്തിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല, ഇദ്ദേഹം വേറെന്തോ ഭക്തിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് വിചാരിക്കും, അല്ലെ? അതുകൊണ്ട് അംഗിരസ് മഹർഷി നേരിട്ട് ഭക്തിയെ കുറിച്ച് പറഞ്ഞു കൊടുത്തില്ല. ഇദ്ദേഹത്തിന് ഒരു അവസരം ഉണ്ടാവട്ടെ, ഭക്തിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ഒരു അവസരം ഉണ്ടാവുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് അംഗിരസ് മഹർഷി ഒരു അനുഗ്രഹമാണ് കൊടുത്തത്, അല്ലെ? ഒരു അനുഗ്രഹം കൊടുത്തു. എന്താണ് കൊടുത്തത്? നിനക്ക് യഥാർത്ഥത്തിൽ ഒരു മകൻ ഉണ്ടാകാനുള്ള യോഗ്യത ജാതകത്തിലില്ല, ജാതകത്തിൽ പറഞ്ഞിട്ടില്ല, മകൻ ഉണ്ടാവില്ല. എന്താണ്? പുത്രഭാഗ്യമില്ല. ഏത് പണിക്കരെടുത്ത് പോയി കഴിഞ്ഞാലും എന്ത് പറയും? ഏത് ജ്യോത്സ്യരെടുത്ത് പോയി കഴിഞ്ഞാലും ഇല്ല, പുത്രഭാഗ്യമില്ല, സന്താന ഭാഗ്യമില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അംഗിരസ് മഹർഷി ഭഗവാന്റെ ഭക്തനും അദ്ദേഹം വലിയ ശക്തനും ആയതുകൊണ്ട്, തപശക്തി ഉള്ളതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ ശക്തി കൊണ്ട് നിനക്കൊരു പുത്രൻ ഉണ്ടാകാനുള്ള അനുഗ്രഹം നൽകാമല്ലോ, എന്റെ ഒരു കെയർ ഓഫിൽ മാത്രം നിനക്ക് പുത്രൻ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹത്തിന് ഒരു ഭാര്യ ഗർഭവതിയായി. അല്ല, ആ ഭാര്യയുടെ പേരെന്തായിരുന്നു? ആ പേര് ഞാൻ മറന്നുപോയി. ഒരു ദ്വീപാണ്, കൃതദ്യുതി ഗർഭിണിയായി. അങ്ങനെ അതിൽ പറയുന്നത് യഥാർത്ഥത്തിൽ ഈ അംഗിരസ് മഹർഷി തന്നെയാണ് ആ പുത്രനായിട്ട് വന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ മകനുണ്ടാവാനുള്ള യോഗ്യതയില്ല, അതുകൊണ്ട് അംഗിരസ് മഹർഷിന്റെ തന്നെ ഒരു ശക്തിയാണ് മകനായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ
അങ്ങനെ മകനുണ്ടായ സമയത്ത് ഈ രാജാവ് ചിത്രകേതുവിന് ഈ കൃതത്തിനോട് മാത്രമായി വലിയ സ്നേഹം, അല്ലെ? എപ്പോഴും ഈ ഭാര്യയോടും മകനോടും കൂടിയാണ് ഇരിക്കുന്നത് കൊട്ടാരത്തിൽ. പിന്നെ മറ്റാരെയും ശ്രദ്ധിക്കാനുള്ള സമയമില്ല, മറ്റു ഭാര്യമാരെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. ഇദ്ദേഹത്തിന് ഇത്രയും കോടി ഭാര്യമാരുണ്ട്, അല്ലെ? അപ്പൊ അവർക്കൊക്കെ സ്വാഭാവികമായിട്ട് എന്ത് തോന്നും? ഞങ്ങൾക്ക് ഏതായാലും മക്കളുണ്ടായില്ല, ഒരാൾക്കെങ്കിലും പുത്രനുണ്ടായല്ലോ, അവരോട് വലിയ സ്നേഹം കാണിക്കുന്നുണ്ടല്ലോ, അത് വളരെ നല്ലതാണ് എന്ന് തോന്നും? അങ്ങനെ ഒരിക്കലും തോന്നില്ല, അല്ലേ? അങ്ങനെ തോന്നാൻ യാതൊരു സാധ്യതയുമില്ല. അപ്പൊ എന്ത് തോന്നി? ഞങ്ങൾക്ക് കിട്ടേണ്ട സ്നേഹമാണ്, അല്ലേ? ഞങ്ങൾക്ക് കിട്ടേണ്ട സ്നേഹമാണ് ഇപ്പൊ ആർക്ക് പോകുന്നത്? കൃതത്തിഥിക്കും മകനും കുട്ടിക്കും പോകുന്നത്. അപ്പൊ ഇതുവരെ ഞങ്ങളോട് എല്ലാവരും ഒരേപോലെയായിരുന്നു, പക്ഷെ ഇപ്പോൾ സ്നേഹം മുഴുവൻ അങ്ങോട്ട് ഒരു വഴിക്ക് മാത്രം പോവുകയാണ്. അപ്പൊ ആരാണ് പ്രശ്നം? ഈ കുട്ടി ഉണ്ടായതാണ് പ്രശ്നം, അല്ലേ? ഇപ്പൊ ഇതുവരെ കുട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും സങ്കടമായിരുന്നു. ഇപ്പൊ എന്താ സങ്കടം? കുട്ടി ഉണ്ടായതാണ് സങ്കടം. എന്ത് ചെയ്താൽ മതി? എങ്ങനെയെങ്കിലും ഈ കുട്ടിയെ അങ്ങോട്ട് ഇല്ലാതാക്കിയാൽ മതി എന്ന് വിചാരിച്ചു. ഇവരെല്ലാം കൂടി തീരുമാനിച്ച് ആ കുട്ടിക്ക് ഭക്ഷണത്തില് ദേഷ്യം കൊടുത്ത് കൊന്നു. അല്ലെ? ചില സമയത്ത് നമ്മളെ മനസ്സ് പറയും, എന്തെങ്കിലും ഒന്ന് ഉണ്ടായി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് വലിയ സന്തോഷമാണ്. ഉണ്ടാകുമ്പോൾ അതിന്റെ പ്രശ്നം മനസ്സിലാവും. ഇനി അതില്ലെങ്കിൽ സന്തോഷമായിരുന്നു എന്ന് നമ്മൾ ആ സമയത്ത് വിചാരിക്കും എന്നാണ്. അപ്പൊ അവരെല്ലാം കൂടി ആ കുട്ടിയെ കൊന്നു. കുട്ടി അങ്ങനെ മരിച്ചു കിടക്കുന്ന സമയത്താണ് വീണ്ടും അങ്കിര മഹർഷിയും നാരദ മഹർഷിയും വന്നിട്ടുള്ളത്. അങ്കിര മഹർഷിയും നാരദ മഹർഷിയും വന്നു. ഇവരെല്ലാവരും വിലപിക്കുകയാണ്. അവസാനം ഈ പത്നിമാർക്കും വലിയ സങ്കടമായി, അല്ല? ഇവരെല്ലാവരും ഇങ്ങനെ വിലപിക്കുന്ന സമയത്ത്, കൃതത്തിഥിയും വല്ലാതെ സങ്കടപ്പെടുന്ന സമയത്ത് ബാക്കി എല്ലാ പത്നിമാർക്കും സങ്കടമായി. ഞങ്ങൾ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്നവർക്ക് തോന്നി എന്നാണ്. അപ്പൊ എന്താണ് പ്രശ്നം? എന്താണ് എല്ലാവരും കൂടി ഇങ്ങനെ വിലപിക്കുന്നത്? എന്താണ് എല്ലാവരും കൂടി ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിച്ച സമയത്ത്, ഞങ്ങൾക്ക് അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ഇത്രയും ആശിച്ചിട്ട് ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഒരു കുട്ടി ഉണ്ടായതാണ്. ആ കുട്ടി ഇപ്പം മരിച്ചുപോയി, ഇപ്പം മരിച്ചു കിടക്കുന്നുണ്ട്, അല്ല ആ കുട്ടിയുടെ മൃതദേഹം ഇവിടെ കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ സമയത്താണ് അവർ കുറച്ച് ഉപദേശമൊക്കെ കൊടുക്കുന്നത്. അതൊരു ചാൻസ് ആണ്, അല്ലെ? സങ്കടം ഉണ്ടാവുന്ന സമയത്ത് ഒക്കെ കുറച്ച് ഉപദേശം കൊടുത്തു കഴിഞ്ഞാൽ കേൾക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ചോദിച്ചു, ആരാണ് കുട്ടി? ആരാണ് നിങ്ങളുടെ കുട്ടി എന്ന് പറയുന്നത്? ആ കുട്ടി ഇവിടെ തന്നെ കിടക്കുന്നുണ്ടല്ലോ. വേണമെങ്കിൽ ഞാൻ ആ കുട്ടിയെ വീണ്ടും വിളിച്ചു വരുത്താം എന്നാണ് അങ്കിരസ മഹർഷി പറഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ആ കുട്ടിയെ വീണ്ടും എന്റെ ശക്തി കൊണ്ട് വിളിച്ചു വരുത്താം എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ വിളിച്ചു. നീ എത്രയോ നേരത്തെയാണ് പോയത്, നിനക്ക് മരിക്കാനുള്ള സമയമൊന്നും ആയില്ല. എന്റെ അനുഗ്രഹം കൊണ്ട് വേണമെങ്കിൽ നിനക്ക് എന്ത് ചെയ്യാം? ഒരു പുരുഷായുസ് മുഴുവൻ ജീവിക്കാം, 100 വയസ്സ് വരെ നിനക്ക് ജീവിക്കാം, നിനക്ക് രാജാവാകാം. നീ രാജാവിന്റെ മകനായിട്ടാണ് ജനിച്ചത്, അതുകൊണ്ട് നിനക്ക് രാജാവായിട്ട് ജീവിക്കാം. നീ തിരിച്ചു വന്നാൽ മതി എന്ന്. നിന്റെ അച്ഛനും അമ്മയും ഇവിടെ കാത്തിരിക്കുന്നുണ്ടെന്ന്. നിന്റെ അച്ഛനും അമ്മയും ഇവിടെ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഇദ്ദേഹത്തിന്റെ ശക്തി കൊണ്ട്, ഇദ്ദേഹത്തിന് ആത്മീയ ശക്തി ഉള്ളത് കൊണ്ട് നാരദ മഹർഷിയും അങ്കിരസ മഹർഷിയും ചേർന്ന് വിളിച്ച സമയത്ത് ആ മരിച്ച കുട്ടി ആ ശരീരത്തിലേക്ക് തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് ചോദിച്ചു, ഈ കുട്ടി തിരിച്ചു കുറച്ച് ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാണ്. ഈ കുട്ടി ചോദിച്ചു, ഏതച്ഛൻ്റെയും അമ്മയുടെയും കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നത് എന്ന് ചോദിച്ചു. അച്ഛനും അമ്മയും എന്നെ കാത്തിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, ഏത് അച്ഛൻ്റെയും അമ്മയുടെയും കാര്യമാണ് നിങ്ങൾ പറയുന്നത്? കാരണം എന്താണ്? ഞാൻ എൻ്റെ പൂർവ്വജന്മ കർമ്മത്തിന്റെ ഫലമായിട്ട് കുറച്ച് കർമ്മം എനിക്ക് ബാക്കിയുണ്ടായിരുന്നു തീരാനായിട്ട്. അതുകൊണ്ട് ഞാനൊരു കുട്ടിയുടെ ശരീരത്തിൽ വന്നതാണ്. ഇപ്പം എൻ്റെ കർമ്മമൊക്കെ തീർന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പോവുകയാണ്. പിന്നെ നിങ്ങൾ വീണ്ടും എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുകയാണ്. ഞാൻ ഇതിന്റെ മുന്നേ എത്രയോ അച്ഛനും അമ്മയും എനിക്കുണ്ടായിരുന്നു, അല്ലെ? ഏതൊക്കെയോ ശരീരത്തിൽ പൂച്ചയായിട്ടിരിക്കുമ്പോഴും പന്നിയായിട്ടിരിക്കുമ്പോഴും മൃഗങ്ങളായിട്ടിരിക്കുമ്പോഴും പക്ഷിയായിട്ടിരിക്കുമ്പോഴും ഒക്കെ എനിക്ക് അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. ഇതിൽ ഏതച്ഛൻ്റെയും അമ്മയുടെയും കാര്യമാണ് നിങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ ഇത് കേട്ടപ്പോൾ ചിത്രകേതുവിന് വലിയൊരു ബോധോദയം ഉണ്ടായി. അപ്പൊ ഞാൻ മാത്രമല്ല ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും എന്ന് മനസ്സിലായി. ഈ കുട്ടി എന്ന് പറയുന്നത് ഒരു ജീവാത്മാവാണ്, അത് എത്രയോ ശരീരമെടുത്തു. അതിൽ തൽക്കാലം ഞാൻ വിചാരിക്കുന്നു ഞാൻ ഇതിന്റെ അച്ഛനും അമ്മയാണ്. ഈ കുട്ടിക്ക് ശരീരം വിട്ടുപോയപ്പോഴാണ് സന്തോഷമായത്, അല്ലേ? ആ കുട്ടിയുടെ കർമ്മം തീർന്നു, ആ ജീവാത്മാവിന്റെ കർമ്മമൊക്കെ തീർന്നു. അതിപ്പോ വലിയ സന്തോഷത്തിലാണ്. ഇവിടുന്ന് രക്ഷപ്പെട്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് വലിയ സന്തോഷത്തിലാണ്. ഇനിയും ഞങ്ങളെന്താ വിചാരിക്കുന്നത്?
അയ്യോ ഞങ്ങൾ സംരക്ഷിച്ചില്ലെങ്കിൽ ഈ കുട്ടിക്ക് ആരുമില്ല, ഇത് അങ്ങോട്ട് ഞങ്ങൾ സംരക്ഷിച്ചില്ലെങ്കിൽ ആ കുട്ടി നശിച്ചു പോകും, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ സങ്കടപ്പെടുന്നത്. കുട്ടീൻ്റെ അവസ്ഥ എന്താണ്? ഞാൻ രക്ഷപ്പെടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുട്ടി സംസാരിക്കുകയാണ്. അപ്പൊ ഇനിയും എന്നെ ഈ ഒരു ശരീരത്തിലേക്ക് തിരിച്ചു വിളിക്കരുത് എന്നാണ് ആ കുട്ടി പറഞ്ഞത്. അപ്പൊ ഇത് കേട്ട സമയത്ത് ചിത്രകേതുവിന് ബോധ്യമായി, ശരീരത്തിൽ നിൽക്കേണ്ട ആവശ്യമില്ല, ശരീരത്തിന്റെ പുറത്തു പോയി കഴിഞ്ഞാലും നമ്മൾക്ക് ജീവനുണ്ട്, ശരീരത്തിന്റെ പുറത്തു പോയി കഴിഞ്ഞാലും ബോധമുണ്ട്, ശരീരത്തിന്റെ പുറത്തു പോയി കഴിഞ്ഞാൽ ഇതിനേക്കാൾ സുഖമായിട്ട് നിലനിൽക്കാം എന്ന് ഇദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അങ്ങനെ ആ സമയത്ത് നാരദ മഹർഷിയുടെ ഉപദേശപ്രകാരം ഇദ്ദേഹം പുറത്തിറങ്ങി. വാനപ്രസ്ഥത്തിന് സമയമായി. ഇനിയും കോടി ഭക്തിമാരുമായിട്ട് അങ്ങനെ ജീവിച്ചിട്ട് കാര്യം, ഞാൻ ഇവിടെ കുടുങ്ങിപ്പോകും എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം പുറത്തിറങ്ങി ഭഗവാനെ കൂടുതൽ ഭജിക്കാൻ തുടങ്ങി. അങ്ങനെ ഭഗവാൻ അദ്ദേഹത്തിന് പ്രത്യക്ഷനായി. അദ്ദേഹം ഭഗവാന്റെ ഒരു ശുദ്ധഭക്തനായിട്ട് മാറി. ശുദ്ധഭക്തനായി മാറുക മാത്രമല്ല, ഭഗവാൻ ഇദ്ദേഹത്തിന് കുറച്ച് ആഗ്രഹമുള്ളത് കൊണ്ട്, ഭൗതികമായിട്ടുള്ള ആഗ്രഹമുള്ളത് കൊണ്ട് അദ്ദേഹത്തിനെ ഒരു വിദ്യാധരനായിട്ട് മാറ്റി. വിദ്യാധരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഗന്ധർവ ലോകത്തിൽ ഒക്കെ ഉള്ളതുപോലെ ഗന്ധർവനായിട്ട് നടക്കാം. വലിയ നാമസങ്കീർത്തനം ഒക്കെ ആയിട്ട് ഒരുപാട് ഗായകന്മാരുണ്ടാവും, അതേപോലെ നർത്തകിമാരുണ്ടാവും. അവരോടൊപ്പം നാമസങ്കീർത്തനം ചെയ്ത് അങ്ങനെ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് നടക്കാം. അതാണ് ഗന്ധർവന്മാരും വിദ്യാധരന്മാരും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന് വലിയ സൗകര്യമായി. അങ്ങനെ നാമസങ്കീർത്തനം ചെയ്ത് നടക്കുന്നതിനിടയിൽ, അദ്ദേഹം ആകാശത്തൂടെ സഞ്ചരിക്കുന്നതിനിടയിലാണ് കൈലാസ ലോകത്തിന്റെ മുകളിലൂടെ പോകുന്നത്. കൈലാസ ലോകത്തിന്റെ മുകളിലൂടെ പോകുന്ന സമയത്ത് അദ്ദേഹം താഴോട്ട് നോക്കിയ സമയത്ത് കൈലാസത്തിനെ ഭാഗവതത്തിൽ വർണ്ണിക്കുന്നുണ്ട്, അല്ലെ? നമ്മൾ വിചാരിക്കുന്ന മാതിരി മൊത്തം മഞ്ഞ് മൂടി കിടക്കുന്നല്ല, മഞ്ഞെ കുറിച്ചൊന്നും പറയുന്നില്ല, അല്ലെ? അവിടെ ഒരുപാട് സസ്യങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഒരുപാട് ചെടികള്, ഒരുപാട് നദികള്, പുണ്യ നദികള്, അതേപോലെ പുണ്യ തടാകങ്ങള്. ആ തടാകത്തിൽ നിറച്ചും വ്യത്യസ്ത തരത്തിലുള്ള താമരപ്പൂക്കള്, അതിന്റെ സുഗന്ധമൊക്കെ അനുഭവിക്കാൻ സാധിക്കും. അതേപോലെ ദേവന്മാരും അപ്സരസുകളൊക്കെ വിമാനത്തിൽ ആ തടാകത്തിന്റെ അടുത്തേക്ക് വരാറുണ്ട്, സന്ദർശിക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ട് നല്ല പ്രകൃതി മനോഹരമായിട്ടുള്ള സ്ഥലമാണ് കൈലാസം എന്ന് പറയുന്നത്. അപ്പൊ കൈലാസത്തിൽ ഭഗവാൻ മഹാദേവൻ എന്താണ് ചെയ്യുന്നത്? അവിടെ വലിയൊരു വൃക്ഷമുണ്ടെന്നാണ് പറയുന്നത്. വലിയൊരു വടവൃക്ഷം. ആ വൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്ന് മഹാദേവൻ എപ്പോഴും എന്ത് പറഞ്ഞു കൊടുക്കും? ഭാഗവതം പറഞ്ഞു കൊടുക്കുക. ഭാഗവതം എല്ലാ ഭക്തന്മാർക്കും പറഞ്ഞു കൊടുക്കും. അത് കേൾക്കാൻ ആരൊക്കെയാണുള്ളത്? സാധാരണ വ്യക്തികളൊന്നുമല്ല, സനത്കുമാരന്മാരുണ്ടാവും. സനത്കുമാരന്മാര്, നാരദ മഹർഷി, സിദ്ധന്മാര്, ഗന്ധർവന്മാര് തുടങ്ങി ഉയർന്ന തരം ഭക്തന്മാരാണ് അവിടെ മഹാദേവനെ കേൾക്കാൻ വേണ്ടി ഇരിക്കുന്നത്. അപ്പം ഈ ചിത്രകേതു താഴോട്ട് നോക്കിയ സമയത്ത് മഹാദേവനെ കണ്ടു. മാത്രമല്ല മഹാദേവന്റെ മടിയിൽ പാർവതി ദേവിയും കണ്ടു. അപ്പം പാർവതി ദേവിയെ മടിയിൽ ഇരുത്തിയിട്ടാണ് മഹാദേവൻ ഭാഗവതം പറയുന്നത്. അപ്പം ചിത്രകേതുവിന് ആ മഹാദേവന്റെ ഒരു ആത്മീയമായിട്ടുള്ള ഉയർച്ച അദ്ദേഹത്തിന് മനസ്സിലായി. എത്രത്തോളം ശുദ്ധഭക്തനാണ് ഈ മഹാദേവൻ. കാരണം ഭാര്യയെ മടിയിൽ ഇരുത്തിക്കൊണ്ട് ഭാഗവതം പറയാൻ ആർക്കും സാധിക്കില്ല, അല്ലെ? ഭാര്യയെ മടിയിൽ ഇരുത്തിക്കൊണ്ട്, ഭാര്യ മടിയിൽ ഇരിക്കുമ്പോഴും പൂർണ്ണ ശ്രദ്ധ എവിടെയാണ്? ഭാഗവതം പറയുന്നതിലാണ്. ഭാഗവതം പൂർണ്ണമായിട്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മടിയിൽ പാർവതി ദേവിയും ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇത് കണ്ടപ്പോൾ ആ മഹാദേവനോടുള്ള ആ ബഹുമാനം കൊണ്ട് അദ്ദേഹം ഒന്ന് ചിരിച്ചു. ചിത്രകേതു ഒന്ന് ചിരിച്ചു, മഹാദേവനെ നോക്കി ഒന്ന് ചിരിച്ചു. മഹാദേവൻ തിരിച്ച് അങ്ങോട്ടും ചിരിച്ചു. അവർക്ക് രണ്ടുപേർക്കും കാര്യം മനസ്സിലായി. അവര് രണ്ടും പരസ്പരം ബഹുമാനം കൊണ്ടാണ് ചിരിച്ചത് എന്ന് മനസ്സിലായി. പക്ഷെ ആർക്ക് കാര്യം മനസ്സിലായില്ല? പാർവതി ദേവിക്ക് അങ്ങോട്ട് അത്ര മനസ്സിലായില്ല. എന്താണ് ഇങ്ങനെ കണ്ടിട്ട് ചിരിക്കുന്നത്? ഇയാളെന്താണ് ആകാശത്തൂടെ പോകുമ്പോൾ നമ്മളെ നോക്കി ചിരിക്കുന്നത്, നമ്മളെ കളിയാക്കി ചിരിക്കുകയാണ്. ഞാൻ അങ്ങയുടെ മടിയിൽ ഇരിക്കുന്നതിന് ഇദ്ദേഹം കളിയാക്കി പരിഹസിച്ചുകൊണ്ട് ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പം പാർവതി ദേവി ഉടൻ തന്നെ ചിത്രകേതുവിനെ ശപിക്കുകയും ചെയ്തു. എന്താ ശപിച്ചത്? നീ ഒരു അസുരനായിട്ട് പോട്ടെ, നിനക്ക് ഉയർന്ന ഭക്തന്മാരെ ബഹുമാനിക്കാൻ അറിയില്ല,
ഭക്തന്മാരെ ബഹുമാനിക്കാൻ കഴിയാത്തവർ അസുരന്മാരാണ്, അതുകൊണ്ട് നീ ഒരു അസുരനായിട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ശപിച്ചു. അപ്പോഴാണ് ഈ ചിത്രകേതുവിന്റെ യഥാർത്ഥ സ്വഭാവം നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചിത്രകേതു എന്ത് ചെയ്തു? ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയില്ല തിരിച്ച്. അല്ല, ഞാൻ ഇങ്ങനെയല്ല വിചാരിച്ചത്, ഞാൻ നിങ്ങളോടുള്ള ബഹുമാനം കൊണ്ടാണ് ചിരിച്ചത്, ഞാൻ നിങ്ങളെ കുറിച്ച് മോശമായിട്ടൊന്നും വിചാരിച്ചില്ല എന്നൊന്നും പറഞ്ഞില്ല. ഒരു എക്സ്പ്ലനേഷൻ പോയില്ല, എൻ്റെ ഭാഗം ന്യായീകരിക്കാനൊന്നും പോയില്ല. എന്ത് പറഞ്ഞു? അങ്ങനെ ആയിക്കോട്ടെ, എൻ്റെ അമ്മയാണ് അല്ലെ പാർവതി ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ സ്ഥാനമാണ്. അപ്പൊ അങ്ങനെയാണ്, വലിയ ഭക്തയുമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഭക്തയുടെ ശാപമാണെങ്കിൽ അത് ഞാൻ സ്വീകരിക്കാം. അത് ഭഗവാന്റെ കൂടിയ ഒരു അറേഞ്ച്മെന്റ് ആയിരിക്കാം, ഭഗവാന്റെ ഒരു നിർദ്ദേശം അതിന് പുറകിലുണ്ടായിരിക്കാം എന്ന് മനസ്സിലാക്കി ഒന്നും പറയാതെ അത് സ്വീകരിച്ചു. അപ്പൊ അതെന്തൊരു ഉദാഹരണമാണ്? ശുഭാശുഭ പരിത്യാഗി എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട് അല്ലെ. എത്ര അശുഭമായിട്ടുള്ള സാഹചര്യം വന്നു കഴിഞ്ഞാലും അത് ഭഗവാന്റെ അറേഞ്ച്മെന്റ് ആണ്, ഭഗവാന്റെ സംവിധാനമാണ് എന്ന് വിചാരിച്ചിട്ട് അതേപടി സ്വീകരിച്ചു. ആ ശാപം, അസുരനായി പോകട്ടെ എന്നുള്ള ശാപം സ്വീകരിച്ച സമയത്ത് മഹാദേവൻ പറഞ്ഞു, ഇപ്പൊ ആരാ വിജയിച്ചത്? ഇപ്പം യഥാർത്ഥത്തിൽ നീ തോറ്റുപോയി. പാർവതി ദേവിനോട് പറഞ്ഞു, നീ അദ്ദേഹത്തിന് ശാപം കൊടുത്തു, പക്ഷെ നീ ഇപ്പൊ മുഴുവനായിട്ട് തോറ്റുപോയി. അദ്ദേഹത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ നിനക്ക് സാധിച്ചില്ല. അവർക്കൊന്നും, അങ്ങനെയുള്ള ഭക്തന്മാർക്ക് എവിടെ പോയി കഴിഞ്ഞാലും കുഴപ്പമില്ല, സ്വർഗത്തിലാണെങ്കിലും നരകത്തിലാണെങ്കിലും എവിടെ പോയി കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല. അങ്ങനത്തെ ഉയർന്ന ഭക്തനാണ് ചിത്രകേതു. അത് മനസ്സിലാക്കാതെ നീ എന്ത് ചെയ്തു? അദ്ദേഹത്തിനെ ശപിച്ചു. ഭക്തന്മാർക്ക് ദേവന്മാരെക്കാൾ ഉയർന്ന ക്വാളിറ്റി ഉണ്ടാവും. ദേവന്മാര് ഈ ഭൗതികമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഭഗവാനെ സമീപിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇതേ സമയത്താണ്, ഈ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്താണ് ദേവലോകത്തിൽ വേറൊരു കാര്യം നടക്കുന്നത്. ദേവലോകത്തിലെ ഇന്ദ്രൻ നമ്മൾ പറഞ്ഞതുപോലെ ശിശു രാധാമാധവിക്ക് ദേവലോകത്തില് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ദേവന്മാരൊക്കെ അവിടെ എൻജോയ് ചെയ്യാണ് അല്ലെ. അവർക്ക് മെയിൻ ആയിട്ടുള്ള പരിപാടി അത് തന്നെയാണ്. അവിടെ പാട്ട്, ഡാൻസ്, ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും, ഭക്ഷണം, ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. അപ്പം ഒരു ദിവസം ഇങ്ങനെ ഈ ദേവേന്ദ്രൻ മറ്റു ദേവന്മാരോടും അപ്സരസ്സുകളോടും ഒക്കെ ചേർന്ന് ആഘോഷിക്കുന്ന സമയത്ത്, ആ സമയത്താണ് അവിടെ ദേവലോകത്തിലെ ഗുരു വന്നത്. ദേവേന്ദ്രന്റെ ഗുരു ആരാണ്? ബൃഹസ്പതി വന്നത്. ഇദ്ദേഹം എന്തില്ല, ദേവേന്ദ്രൻ തീരെ ശ്രദ്ധിച്ചില്ല. എൻ്റെ ഗുരുവാണ് വന്നിട്ടുള്ളത് അല്ലെ. ഗുരു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാ പ്രോഗ്രാമും നിർത്തണം, അല്ല ഗുരുവിന് ഏറ്റവും കൂടുതൽ റെസ്പെക്ട് കൊടുക്കണം. ഇങ്ങനെ ഒരു അബദ്ധം നേരത്തെ നമ്മുടെ കുബേരന്റെ മക്കൾക്കും പറ്റിയിട്ടുണ്ട് അല്ലേ. അത് കുറച്ചുകൂടി മോശം കേസായിപ്പോയി. പക്ഷെ ഇവിടെ ദേവേന്ദ്രൻ ഇങ്ങനെ സാധാരണഗതിയിൽ ദേവലോകത്തിൽ ആസ്വദിക്കുന്ന സമയത്താണ് ബൃഹസ്പതി വന്നത്. ഇന്ദ്രൻ ആസ്വാദനത്തിന്റെ ഇടയിൽ ഗുരുവാണ് എന്നത് വന്നത് എന്ന് പോലും ശ്രദ്ധിച്ചില്ല. എന്ത് സംഭവിച്ചു? ബൃഹസ്പതിക്ക് വലിയ ദേഷ്യം വന്നു അല്ല. ഇദ്ദേഹം എന്താണ്, അദ്ദേഹത്തിന്റെ ഗുരു വന്നിട്ട് പോലും ഇങ്ങനെ ബഹുമാനിക്കാത്തത്. യഥാർത്ഥത്തിൽ ഗുരു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് പ്രോഗ്രാം ആണെങ്കിലും നമ്മൾ അവിടെ നിർത്തി അദ്ദേഹത്തിന് നമസ്കരിക്കണം അല്ലെ. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ബൃഹസ്പതി അവിടുന്ന് ആ നിമിഷം തന്നെ അപ്രത്യക്ഷമായി, അപ്രകടമായി. പിന്നെ ബൃഹസ്പതി എവിടെ നോക്കിയിട്ടും കാണുന്നില്ല. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവന്മാരുടെ ശക്തി മുഴുവൻ കുറയാൻ തുടങ്ങി. അപ്പോഴാണ് ഇവർക്ക് ഒരു ഗുരുവിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നത്. ജീവിതത്തിൽ നമുക്ക് വിജയം വേണമെങ്കിൽ, നമ്മൾക്ക് ഉയർച്ച ഉണ്ടാവണമെങ്കിൽ, നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ ആര് വേണം? ഗുരു അത്യാവശ്യമാണ്. ഗുരുവിന്റെ അനുഗ്രഹത്തിലൂടെയാണ് നമ്മൾക്ക് ഉയർച്ച ഉണ്ടാകുന്നത്. അത് ആരായാലും, ദേവന്മാരായാലും അസുരന്മാരായാലും ആരായാലും അങ്ങനെ തന്നെയാണ് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. ഗുരുവിന്റെ സഹായമില്ലാത്തത് കൊണ്ട് അവർക്ക് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അതേ സമയത്ത് തന്നെ അസുരന്മാർ വലിയ ശക്തി പ്രാപിക്കാൻ തുടങ്ങി. അസുരന്മാർക്ക് വലിയ ശക്തി, അസുരന്മാർക്ക് വലിയ ഐശ്വര്യം.
അസുരന്മാർക്ക് വലിയ ഐക്യത, യുദ്ധത്തിൽ അവർക്ക് വലിയ വീര്യം. ഇടയ്ക്കിടയ്ക്ക് അവർ വന്നിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? ദേവന്മാരെ ആക്രമിക്കാൻ തുടങ്ങി. ദേവന്മാർക്കാണെങ്കിൽ പ്രതിരോധിക്കാൻ ശേഷിയില്ലാതെ. കാരണം എന്താണ്? അവർക്ക് ഗുരുവില്ല. അസുരന്മാർക്ക് എന്തുകൊണ്ട് ശക്തി കൂടി കൂടി വന്നു? അസുരന്മാർ ഒരു ഗുരുവിനെ അനുസരിക്കുന്നുണ്ടായിരുന്നു. ആരെയാണ്? ശുക്രാചാര്യൻ. അവർ അസുരന്മാരാണെങ്കിൽ പോലും എന്ത് ചെയ്യുന്നുണ്ട്? ശുക്രാചാര്യൻ എന്തൊക്കെ പറഞ്ഞോ അതിനനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് തോന്നും, എന്താണ് ഈ ആസുരിക സ്വഭാവമുള്ള ആളുകൾക്ക് ഇത്ര ശക്തി, അസുരന്മാർക്ക് ഇത്രയും ഐക്യം, അസുരന്മാരും അവർക്കും വലിയ ഐശ്വര്യം. അവരേതെങ്കിലും ഒരു ഗുരുവിനെ അനുസരിക്കുന്നുണ്ടാവും. അവരൊരു ഗുരു പറയുന്നത് അതേപടി ഫോളോ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് വലിയ ഐശ്വര്യം ഉണ്ടാവും, അവർക്ക് ഐക്യമുണ്ടാവും, അവർക്ക് ശക്തിയും ഉണ്ടാകും. ദേവന്മാർ ഗുരുവിനെ ഉപേക്ഷിച്ചതുകൊണ്ട് അവരുടെ ശക്തി മുഴുവൻ ക്ഷയിക്കാൻ. ഈ സമയത്ത് അവർക്ക് വലിയ പ്രശ്നമായി. അസുരന്മാരെ നേരിടാൻ സാധിക്കുന്നില്ല. എന്ത് ചെയ്തു? അവരെല്ലാവരും കൂടി ബ്രഹ്മാവിന്റെ അടുത്ത് പോയിട്ട് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, നിങ്ങളുടെ പ്രശ്നത്തിന്റെ കാരണം എന്താണ്? നിങ്ങൾക്ക് ഗുരുവില്ല. നിങ്ങളുള്ള ഗുരുവിനെ കൂടി ഇല്ലാതാക്കി. നിങ്ങൾക്ക് ഗുരുവിനോട് യഥാർത്ഥ റെസ്പെക്ട് ഇല്ലായിരുന്നു. നിങ്ങൾ ഒരു ഒരു ഫാഷൻ എന്നുള്ള രീതിയിൽ ഗുരുവിനെ വെച്ചതാണ്. അദ്ദേഹമൊക്കെ നോക്കിക്കോളും, അല്ലെ? നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഗുരു പൂജയൊക്കെ ചെയ്തോളും, നമ്മൾ ഗുരുപൂജ ചെയ്യേണ്ട, അവിടെ ചെയ്തോളും, പൂജാരി ചെയ്തോളും എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിന് യഥാർത്ഥ റെസ്പെക്ട് നിങ്ങൾ കൊടുത്തിട്ടില്ലായിരുന്നു. അതാണ് നിങ്ങൾക്ക് പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞത്. എന്തായാലും നിങ്ങൾക്ക് ഒരു ഗുരു ആവശ്യമാണ്. ഗുരു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ ബൃഹസ്പതിയെ തേടി പോയിട്ട് ബൃഹസ്പതിയെ കാണാനില്ല. അപ്പൊ തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്തോളൂ? ഭൂമിയിൽ നിങ്ങൾക്ക് പറ്റിയൊരു ആളുണ്ട്, ഒരു പുരോഹിതനാകാൻ പറ്റിയ ഒരാളുണ്ട്. ത്വഷ്ടാവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാഹ്മണൻ ഭൂമിയിലുണ്ട്. ആ ത്വഷ്ടാവ് നല്ല ഒരു ബ്രാഹ്മണനാണ്, ശുദ്ധനായിട്ടുള്ള ബ്രാഹ്മണനാണ്. അദ്ദേഹത്തിന്റെ ഒരു മകനുണ്ട്. അദ്ദേഹത്തിന്റെ മകൻ വിശ്വരൂപൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മകനുണ്ട്. നല്ല പൂജയും കാര്യങ്ങളൊക്കെ അറിയാം, നല്ല പുരോഹിതനാണ്. ദേവന്മാർക്ക് എങ്ങനെ പൂജ ചെയ്യണം, വിഷ്ണുവിനെ എങ്ങനെ പൂജ ചെയ്യണം എന്നൊക്കെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്തോളൂ? നിങ്ങളുടെ ഗുരുവായിട്ട് ആ വിശ്വരൂപനെ വെച്ചോളൂ എന്നത്. അപ്പൊ അവര് വലിയ സന്തോഷത്തോടുകൂടി വിശ്വരൂപനെ പോയി ക്ഷണിച്ചു. ഞങ്ങളുടെ ഗുരുവാകണം, ദേവന്മാരുടെ ഗുരുവാകണം എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഇദ്ദേഹം സമ്മതിച്ചു, അല്ലെ? കാരണം ദേവന്മാരുടെ ഗുരുവാകാൻ പറ്റിയൊരു ചാൻസാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ ദേവന്മാരുടെ ഗുരുവായി. അപ്പം വിശ്വരൂപനൊരു പ്രശ്നമുണ്ട്. വിശ്വരൂപന്റെ പ്രശ്നം എന്താണ്? വിശ്വരൂപന്റെ അച്ഛൻ ബ്രാഹ്മണനാണെങ്കിലും അമ്മ ഒരു അസുര സ്ത്രീയാണ്, ആസുരികമായിട്ടുള്ള സ്ത്രീയാണ്. അപ്പം അച്ഛൻ ബ്രാഹ്മണീയമായിട്ടുള്ള ഈ വൈഷ്ണവ പൂജയൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. എങ്ങനെയാണ് വിഷ്ണുവിനെ പൂജിക്കേണ്ടത്, ഭക്തി ചെയ്യേണ്ടത്, ഇതൊക്കെ ആരാധനകളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ദേവന്മാർക്കുള്ള ആരാധനയൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അമ്മയും പഠിപ്പിച്ചു കൊടുത്തു, അല്ലെ? അമ്മ എന്ത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്? ആസുരികമായിട്ടുള്ള പൂജകളൊക്കെ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടുമാർക്കറിയാം, വിശ്വരൂപൻ അറിയാം. അപ്പൊ വിശ്വരൂപൻ ദേവലോകത്ത് പോയിട്ട് എന്ത് ചെയ്തു? പകൽ സമയത്തൊക്കെ ദേവന്മാർക്കുള്ള പൂജയൊക്കെ ചെയ്യാൻ തുടങ്ങി, അല്ലെ? ഓം ഇന്ദ്രായ സ്വാഹ, ഓം അഗ്നിയായ സ്വാഹ, ഓം വരുണായ സ്വാഹ, ഓം സോമായ സ്വാഹ എന്ന് പറഞ്ഞിട്ട് ദേവന്മാരൊക്കെ പൂജിക്കാൻ തുടങ്ങി. അത് പകൽ സമയത്ത് എല്ലാവരും കാണുന്ന സമയത്ത് അങ്ങനെ പൂജ. രാത്രി വേറെ പൂജ, അദ്ദേഹം സീക്രട്ടായിട്ട് ചില പൂജകളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. റൂമൊക്കെ അടച്ചു വെച്ചിട്ട് ആ ഡ്രസ്സൊക്കെ വേറെ കളറാവും, അല്ലെ? പകലൊക്കെ വൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ട് പൂജ ചെയ്യും, രാത്രി ചുവന്ന ഡ്രസ്സ് ഇട്ടിട്ട് അസുരിക പൂജ ചെയ്യണം, അല്ലെ? ഓം ചണ്ടായ സ്വാഹ, ഓം ഉണ്ടായ സ്വാഹ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ആസുരിക പൂജ ചെയ്യണം. ഇന്ദ്രനും തോന്നി എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ട് എന്ന റൂമിലൊക്കെ എന്തോ ഒരു ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. പോയി കഴിഞ്ഞാൽ വേറെ പൂജാ സാധനങ്ങളൊക്കെ കാണുന്നുണ്ട്, എന്തോ ഒരു സംശയം തോന്നി. പിന്നീടാണ് ഇന്ദ്രന് മനസ്സിലായി ഇങ്ങനെ വലിയ അസുര പൂജ നടക്കുന്നുണ്ട്. അസുരനെ ഇദ്ദേഹം പൂജ ചെയ്ത് കഴിഞ്ഞാൽ അസുരന്മാർക്കാണ് ശക്തി കൂടുന്നത്. ഞങ്ങൾക്ക് ശക്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹത്തിനെ വിളിച്ചത്, അല്ലെ? അസുരന്മാരെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ഷണിച്ചു കൊണ്ടുവന്നത്. ഇത്രയും വലിയ രീതിയിൽ സ്വീകരിച്ച് അദ്ദേഹത്തിന് ഗുരുസ്ഥാനം കൊടുത്തിട്ടുള്ളത് എന്തിനാണ്? നമ്മൾക്ക് വേണ്ടി വിഷ്ണു പൂജ ചെയ്യാൻ വേണ്ടി. ഇദ്ദേഹം രാത്രി അമ്മ പഠിപ്പിച്ചു കൊടുത്ത പൂജയൊക്കെ ചെയ്യും. തന്റെ സഹോദരങ്ങളാണ് അസുരന്മാർ എന്ന് വിചാരിച്ചിട്ട് അവർക്ക് വേണ്ടി പൂജ ചെയ്യുന്നത്.
ഇന്ദ്രന്റെ ദേഷ്യം വന്നു. ഇന്ദ്രൻ ഒറ്റയടിക്ക് എന്ത് ചെയ്തു? ഇദ്ദേഹത്തിന്റെ തലയും കൊണ്ട് വെട്ടി ആ വിശ്വരൂപനെ കൊന്നു, വാളെടുത്ത് കൊന്നു. അപ്പൊ ഇപ്പൊ ഇന്ദ്രന്റെ അവസ്ഥ വലിയ കഷ്ടമാണ്. എന്താണ്? അദ്ദേഹത്തിന് ഗുരുവില്ല. നേരത്തെ തന്നെ അദ്ദേഹത്തിന് ഗുരുവില്ല. ഇപ്പൊ കിട്ടിയ ഗുരുവിനെയും കൊന്നു. ആ ഗുരു ആണെങ്കിൽ ആയിരുന്നു? ഒരു ബ്രാഹ്മണനായിരുന്നു. വിശ്വരൂപൻ ബ്രാഹ്മണനായിരുന്നു. അതുകൊണ്ട് എന്ത് കിട്ടി? ബ്രഹ്മഹത്യാ പാപവും കിട്ടി. അല്ലെ? വലിയ കഷ്ടത്തിലായി ഇന്ദ്രന്റെ കാര്യം. ഇത് കേട്ടപ്പോൾ വീണ്ടും വേറെ ചില പ്രശ്നങ്ങളുണ്ടായി. എന്താണ്? ഈ വിശ്വരൂപന്റെ അച്ഛൻ വലിയ ശക്തിയുള്ള സിദ്ധിയുള്ള ബ്രാഹ്മണനാണ്. അദ്ദേഹത്തിന്റെ മകനാണ് ഇപ്പൊ കൊന്നിട്ടുള്ളത്. ഇന്ദ്രൻ കൊന്നിട്ടുള്ളത് ഗുരു എന്ന് പറഞ്ഞ് ക്ഷണിച്ചു കൊണ്ടുപോയതാണ്. അല്ലെ? അവിടെ എത്തിയപ്പോ കൊന്നു. ഇതാണ് ദേവന്മാരുടെ പ്രത്യേകത. അവരുടെ സ്വഭാവം എപ്പോ വേണമെങ്കിലും മാറാം. അവർ ഉറച്ചു നിൽക്കുന്ന ആളുകളല്ല എന്നാണ്. ഇത് സകാമ ഭക്തന്മാരുടെ പ്രത്യേകതയാണ്. സാഹചര്യം മാറുമ്പോൾ അവർക്ക് വലിയ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. പക്ഷേ ശുദ്ധഭക്തന്മാർക്ക് സാഹചര്യങ്ങൾ മാറിയാലും ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഈ വിശ്വരൂപന്റെ അച്ഛൻ എന്ത് ചെയ്തു? തന്റെ മകനെ കൊന്നു. അല്ലെ? ഇന്ദ്രൻ കൊന്നു. അപ്പൊ അതിന് പ്രതികാരം വീട്ടാൻ വേണ്ടി നമ്മുടെ ദ്രുപദൻ ദ്രോണാചാര്യരോട് പ്രതികാരം വീട്ടാൻ വേണ്ടി വലിയൊരു യജ്ഞം നടത്തിയിട്ടുണ്ട്. അല്ല, ആ യജ്ഞത്തിലാണ് ആരുണ്ടായത്? ദ്രുപദൻ നടത്തിയ യജ്ഞത്തിൽ ആരുണ്ടായി? ആരാണ്? ദ്രുപദപുത്രേണ എന്ന് പറയുന്നുണ്ട് അല്ലേ? ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ഭീമത. അതാരാണ്? ദൃഷ്ടദ്യുമ്നൻ അല്ലെ? ദൃഷ്ടദ്യുമ്നനും പിന്നെ ആരുണ്ടായി? ദ്രൗപദി ഉണ്ടായി അല്ലെ? ഇവർ രണ്ടാളും ഉണ്ടായി. ആരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്? ദ്രോണാചാര്യനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ ത്വഷ്ടാവ്, വിശ്വരൂപന്റെ അച്ഛൻ ത്വഷ്ടാവ് ഇതേപോലെ ഒരു യജ്ഞം നടത്തിയിട്ട് ആരെ കൊല്ലണം? ഇന്ദ്രനെ കൊല്ലണം. ഇന്ദ്രനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു അസുരനെ സൃഷ്ടിക്കണം. അതിനു വേണ്ടിയിട്ട് ഇദ്ദേഹം ഒരു വലിയ യാഗം നടത്തി. ആ യാഗം നടത്തിയപ്പോൾ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി. മന്ത്രം ചൊല്ലിയതിൽ ചെറിയ ഒരു പ്രത്യവായം, ഒരു ചെറിയ പിഴവ് സംഭവിച്ചു. അപ്പൊ നമ്മുടെ കർമ്മകാണ്ഡത്തിൽ എന്തെങ്കിലും ഫലം ഉദ്ദേശമൊക്കെ മന്ത്രങ്ങളും തന്ത്രങ്ങളും ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിനെന്തുണ്ടാവും? അഭിക്രമനാശവും പ്രത്യവായവും ഉണ്ടാവും. അതായത് അത് പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ ദോഷമാണ്. അത് ചെയ്യുമ്പോൾ എന്തെങ്കിലും പിഴവുകൾ പറ്റിക്കഴിഞ്ഞാൽ അതും ദോഷമാണ്. ഏതിലാണ്? കർമ്മകാണ്ഡത്തിലാണ്. നമ്മൾ എന്തെങ്കിലും ഫലം ഉദ്ദേശിച്ച് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെയുള്ള ദോഷമൊക്കെ ഉള്ളത്. ഭക്തിയിൽ അതില്ല എന്ന് ഭഗവാൻ എടുത്തു പറയും അല്ലെ? 2-ാമത്തെ അധ്യായത്തിൽ 40-ാമത്തെ ശ്ലോകത്തിൽ അത് പറയുന്നുണ്ട്. ഭക്തി ഇങ്ങനെയുള്ള കർമ്മകാണ്ഡം പോലെയല്ല. നേഹാഭിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യതേ സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയം. നമ്മുടെ പണ്ടത്തെ ചിന്താഗതിയിലാണ്. നമ്മൾ പൂർവ്വജന്മത്തിലൊക്കെ ഈ കർമ്മകാണ്ഡം ചെയ്ത് ശീലിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾക്ക് ഭക്തി കാണുമ്പോഴും ചില പേടി അല്ലേ? ഇത് ശരിയല്ലല്ലോ, വിളക്ക് 2 തിരിയാണല്ലോ ഇട്ടത്, അതെന്താണ് ഇങ്ങോട്ട് തിരിച്ചു വെച്ചത്? എല്ലാവരും എന്താ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്നത്? അല്ലെങ്കിൽ എല്ലാവരും എന്താണ് വടക്കോട്ട് തിരിഞ്ഞിരിക്കുന്നത്? ഇവിടെയല്ലല്ലോ ഇരിക്കേണ്ടത്, അങ്ങനെയല്ലല്ലോ ഇരിക്കേണ്ടത് എന്നൊക്കെ ചിന്തയുണ്ടാവും അല്ലേ? പക്ഷേ ഭക്തിയിൽ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. ഏത് ദിക്കിലാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനെ സേവിക്കണം അല്ലെ? ഭഗവാന്റെ നാമം ജപിക്കണം. അത് ഭക്തി വളരെ യഥാർത്ഥത്തിൽ കുറെ ലിബറലാണ്. വലിയ കഠിന നിയമങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഭൗതിക ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ ഇങ്ങനെയുള്ള യജ്ഞങ്ങളും കർമ്മങ്ങളും ഒക്കെ ക്രിയകളൊക്കെ ചെയ്യുന്ന സമയത്ത് അതിന് വലിയ നിയമമുണ്ട്. ആ നിയമം ചെറുതായിട്ട് തെറ്റിപ്പോയി കഴിഞ്ഞാൽ അത് നമ്മളെ തിരിച്ചടിക്കും, നമ്മൾക്ക് തിരിച്ചത് വരും എന്നാണ് പറയുന്നത്. അപ്പം ഈ ത്വഷ്ടാവിന് അങ്ങനെ പറ്റി. ത്വഷ്ടാവ് മന്ത്രം ചൊല്ലുന്ന സമയത്ത് എന്താണ്? ഇന്ദ്രശത്രോ വിവർദ്ധസ്വ എന്നാണ് യഥാർത്ഥത്തിൽ മന്ത്രം ചൊല്ലേണ്ടത്. ഇന്ദ്രശത്രോ വിവർദ്ധസ്വ. ഇന്ദ്രന്റെ ശത്രുവിന് ശക്തി വരട്ടെ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇന്ദ്രശത്രോ വിവർദ്ധസ്വ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. പക്ഷെ ഇദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക്, ഇന്ദ്രശത്രു വിവർദ്ധസ്വ എന്ന് പറഞ്ഞു.
കേൾക്കുമ്പോൾ നമ്മൾക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നില്ല അല്ലേ. ഇന്ദ്രശത്രു വിവർദ്ധസ്വ എന്ന് പറഞ്ഞു. ശരിക്കും പറയേണ്ടത് ഇന്ദ്രശത്രു വിവർദ്ധസ്വ എന്നാണ്. ഇന്ദ്രന്റെ ശത്രുവിന് ശക്തി ഉണ്ടാകട്ടെ, അതായത് ഈ അസുരന് ശക്തി ഉണ്ടാകട്ടെ എന്നാണ് പ്രാർത്ഥിക്കേണ്ടിയിരുന്നത്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞപ്പോ ഇന്ദ്രശത്രു വിവർദ്ധസ്വ എന്ന് പറഞ്ഞു. അതായത് ഇന്ദ്രന്റെ ഇന്ദ്രശത്രു അല്ലയോ ഇന്ദ്ര, എന്റെ ശത്രുവായിട്ടുള്ള ഇന്ദ്ര, അങ്ങയുടെ ശക്തി വർദ്ധിക്കട്ടെ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു. ഇന്ദ്രശത്രു വിവർദ്ധസ്വ എന്ന് പറഞ്ഞു. എന്റെ ശത്രുവായിട്ടുള്ള ഇന്ദ്രന്റെ ശക്തി വർദ്ധിക്കട്ടെ എന്ന് പറഞ്ഞു. ഇന്ദ്രന്റെ ശത്രുവിന്റെ ശക്തി വർദ്ധിക്കട്ടെ എന്ന് പറയുന്നതിന് പകരം ചെറിയൊരു മാറ്റമാണ്. ശത്രു എന്നുള്ളതിന് പകരം ശത്രു എന്നായി പോയി. അപ്പൊ അത് മന്ത്രം ചെല്ലുന്നതിലുള്ള ഒരു പിഴവായി പോയി. അങ്ങനെ ആണ് ആ മന്ത്രത്തിൽ നിന്നാണ് വൃത്രാസുരൻ ഉണ്ടായത്. അപ്പോൾ ജനിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം ഭരിക്കുന്നത് ആരുടെ കൈകൊണ്ടായിരിക്കും? ദേവേന്ദ്രന്റെ കൈകൊണ്ടായിരിക്കുമെന്ന്. ഈ വൃത്രാസുരൻ യഥാർത്ഥത്തിൽ ആരുടെ പുനർജന്മമാണ്? നേരത്തെ ശാപം കിട്ടിയിട്ടുള്ള ചിത്രകേതുവിന്റെ പുനർജന്മമാണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഒരു ഭക്തന് ശാപം കിട്ടി എന്ത് സംഭവിച്ചു? അസുരന്റെ ശരീരം കിട്ടി അല്ലെ. അസുര ശരീരം കിട്ടി ഭക്തന് അല്ലെ. നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? ഭക്തി ചെയ്തു, നമ്മൾ നേരെ വൈകുണ്ഠത്തിലേക്ക് പോയി അല്ലെ, യാതൊരു പ്രശ്നങ്ങളും സംഭവിക്കുന്നില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അവിടെ ആസുരികമായിട്ടുള്ള ശരീരം കിട്ടി. എന്നാലും ഉള്ളിൽ വൃത്രാസുരൻ ആര് തന്നെയായിരുന്നു? ആ ഭഗവാന്റെ ശുദ്ധഭക്തൻ തന്നെയായിരുന്നു. അദ്ദേഹത്തിന് നേരെ വിപരീതമായിട്ടുള്ള സാഹചര്യമാണ്. ഭക്തി ചെയ്യാൻ ഒരു സാഹചര്യമില്ല അസുര ശരീരത്തിൽ. പക്ഷെ എന്നിട്ടും അദ്ദേഹം ഉള്ളുകൊണ്ട് ഭഗവാനെ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു. ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ ഈ വൃത്രാസുരനും മറ്റ് അസുരന്മാരും വീണ്ടും ദേവന്മാരെ ആക്രമിക്കുന്നു. സ്വർഗലോകത്തെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അവർ പോകുന്നു. വൃത്രാസുരനും ദേവേന്ദ്രനും തമ്മിൽ വലിയ യുദ്ധം നടക്കും. അപ്പോൾ വൃത്രാസുരൻ പല പ്രാവശ്യം ദേവന്മാരെ തോൽപ്പിച്ച് ഓടിച്ചു. അത്രയും വലിയ ശരീരമുള്ള വ്യക്തിയാണ്. വൃത്രാസുരൻ മാത്രം മതി, ബാക്കി ദേവന്മാരൊക്കെ കാലിനടിയിൽ പൊടിഞ്ഞ് ഭസ്മമായി പോകും. അത്രയും വലിയ ശരീരമുള്ളതാണ് വൃത്രാസുരൻ. അപ്പൊ വൃത്രാസുരൻ പിന്നീട് വരുമ്പോൾ തന്നെ ഇവർക്ക് എല്ലാവർക്കും പേടിയാണ്. അപ്പൊ ഇവർക്ക് വൃത്രാസുരന്റെ ശല്യം സഹിക്കാതെ ഇവരെ വീണ്ടും ഭഗവാനെ ശരണം പ്രാപിച്ചു. അല്ല, അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന സമയത്താണ് ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നത്. അപ്പൊ ഭഗവാൻ ഒരു സൊല്യൂഷൻ കൊടുത്ത എന്താണ്? നിങ്ങളുടെ കയ്യിൽ ഒരു പ്രത്യേക ആയുധമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ വൃത്രാസുരനെ കൊല്ലാൻ സാധിക്കുള്ളൂ. അപ്പൊ അതിനെന്ത് വേണം? ദദീജി എന്ന് പറഞ്ഞൊരു മഹർഷിയാണ്, ദദീജി മഹർഷി. ആ ദദീജി മഹർഷിയോട് നിങ്ങൾ അദ്ദേഹത്തിന്റെ അസ്ഥി ചോദിക്കണം, അദ്ദേഹത്തിന്റെ എല്ല് അല്ല അദ്ദേഹത്തിന്റെ നട്ടല് ചോദിക്കണം. വേറെ എവിടെന്നെങ്കിലും എല്ലെടുത്ത് എന്നാ പോലെ കയ്യുന്നത് അതൊന്നല്ല, അതാണെങ്കിൽ മരിക്കില്ല അല്ലെ. കയ്യിൽ നിന്ന് ഒരു എല്ലെടുത്താലും മരിക്കില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ നട്ടല് തന്നെ വേണം. ആ നട്ടലെടുത്തിട്ട് അതിൽ വജ്രായുധം ഫിറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ വൃത്രാസുരനെ വധിക്കാൻ പറ്റുള്ളൂ. അപ്പം ഭഗവാൻ എന്താണ് ഉദ്ദേശിച്ചത്? ഇവർ ഒരു സമയത്ത് വരുമ്പോഴും ഭഗവാന്റെ ഭക്തി ചോദിക്കുന്നില്ല. അവർക്ക് വീണ്ടും ഭൗതികമായിട്ടുള്ള നേട്ടമാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത്ര എളുപ്പത്തിലൊന്നും ഇത് കിട്ടാൻ പാടില്ല. ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ അത്ര എളുപ്പത്തിൽ ലഭിക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ദദീജിയുടെ അസ്ഥി വേണമെന്ന് ചോദിച്ചു. അപ്പൊ അവര് കേട്ട സമയത്ത് അവർ ദദീജി മഹർഷിയുടെ അടുത്തേക്ക് പോകുന്നു. ദദീജിയോട് പോയിട്ട് പറയും, അങ്ങയുടെ അസ്ഥി ഒന്ന് തരുമോ? അങ്ങയുടെ അസ്ഥി ഒന്ന് ഞങ്ങൾക്ക് വേണം. ഞങ്ങൾക്ക് ഈ യുദ്ധത്തിൽ വൃത്രാസുരനെ കൊല്ലാനാണ്, വിഷ്ണു പറഞ്ഞിട്ടാണ് എന്ന് കൂടി പറഞ്ഞു. അപ്പൊ ദദീജിക്ക് വലിയ അത്ഭുതമായി. ഇവർ ഇത്ര ഈസി ആയിട്ടാണ് എല്ലു എന്ന് ചോദിക്കുന്നത്. അതായത് ജീവനാണ് ചോദിക്കുന്നത്. അപ്പൊ ദദീജി മഹർഷി ഇവർക്ക് ഈ ജീവന്റെ വില അറിയും. ഇവര് എന്താണ്, യാചിക്കാൻ മിടുക്കന്മാരാണ്. യാചിക്കാൻ പഠിച്ചുപോയി ഇവര്. ആൾക്കാരോട് ഈസി ആയിട്ട് യാചിക്കുകയാണ്. സാധാരണഗതിയിൽ നമ്മൾക്ക് ആദ്യം ഒക്കെ ആളുകളോട് യാചിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ. ചോദ്യം എന്തെങ്കിലും തരുമോ എന്ന് ചോദിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നമ്മൾ യാചിച്ച് പ്രാക്ടീസ് ചെയ്താലും അത് പിന്നെ ഈസിയാവും. പിന്നെ ആൾക്കാരോട് എന്ത് വേണമെങ്കിലും ചോദിക്കും. അതൊരു അവകാശം എന്നുള്ള രീതിയിൽ ചോദിക്കും അല്ലെ. നിങ്ങൾ അത് തരണം എന്ന് പറഞ്ഞിട്ട് ചോദിക്കും. അപ്പൊ അങ്ങനെ ആവാൻ പാടില്ല. അവിടെ രണ്ട് തത്വം പറയുന്നുണ്ട്. ഒരു യാചകൻ, ഒരു ഭിക്ഷ ചോദിക്കുന്ന വ്യക്തി കൊടുക്കുന്ന ആളുടെ ബുദ്ധിമുട്ട് അറിഞ്ഞിരിക്കണം.
അങ്ങനെയുള്ള ഒരാളാണ് യാചിക്കാൻ യോഗ്യനായിട്ടുള്ളത്. കൊടുക്കുന്ന വ്യക്തിക്ക് ബുദ്ധിമുട്ടുണ്ട് അല്ലേ? കൊടുക്കുന്ന വ്യക്തിക്കും ഈസി ആയിട്ട് കിട്ടുന്നതല്ല കാര്യങ്ങൾ. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ചോദിക്കാൻ. കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളോട് പോയി ചോദിക്കരുത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ദദീജി മഹർഷി പറഞ്ഞു, നിങ്ങൾക്ക് ഈ മരിക്കുമ്പോഴുള്ള വേദന അറിയും. മരിക്കുമ്പോൾ ഒരു വ്യക്തി വലിയ വേദന അനുഭവിച്ചിട്ടാണ് മരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ അസ്ഥി കൊണ്ട് എന്ത് വേണം? നിങ്ങളുടെ ശരീരം നിലനിർത്താം. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ എൻ്റെ അസ്ഥി ചോദിക്കുന്നത്. ഞാൻ നിങ്ങളോട് നിങ്ങളുടെ അസ്ഥി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തരുമോ എന്ന് ദദീജി മഹർഷി തിരിച്ചു ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അതില്ല, അത് ഞങ്ങൾക്ക് തരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പം പ്രാണൻ എല്ലാവർക്കും വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രാണനെ ത്യജിക്കാം എന്ന് പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് ദദീജി മഹർഷി പറഞ്ഞു. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഏതായാലും എൻ്റെ ശരീരം, അദ്ദേഹം അത്ര ഉയർന്ന വ്യക്തിയായതുകൊണ്ട്, ഉയർന്ന ഭക്തനായതുകൊണ്ട് മാത്രമല്ല വിഷ്ണു പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അല്ലേ? ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ദേവന്മാർ ആദ്യം തന്നെ വന്ന് പറഞ്ഞത്. വിഷ്ണു പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവന്മാർ ഈ ദദീജി മഹർഷി ഒന്നും ചോദിക്കാതെ അങ്ങോട്ട് എല്ലൂരി കൊടുക്കും എന്നാണ് അവർ വിചാരിച്ചത് അല്ലേ? വിഷ്ണു പറഞ്ഞിട്ടുണ്ട്, നമ്മള് ടീച്ചർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പലതും ചെയ്യും അല്ലേ? അപ്പം ഇവരും അതേപോലെ വന്ന് പറഞ്ഞു, വിഷ്ണു പറഞ്ഞിട്ടുണ്ട് എല്ലൂരി തരണം എന്ന് പറഞ്ഞു. ദദീജി മഹർഷി പറഞ്ഞു, അങ്ങനെയൊന്നും ഒരാളുടെ ജീവൻ ശരീരം നിങ്ങൾക്ക് കിട്ടില്ല, നിങ്ങളുടെ ശരീരം നിങ്ങൾ ത്യജിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ ആ സമയത്ത് ജീവന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഏതായാലും എന്ത് സംഭവിക്കും? എൻ്റെ ശരീരം കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഉപേക്ഷിക്കേണ്ടി വരും. ഇപ്പോൾ അത് എന്തിനു വേണ്ടി യൂസ് ചെയ്യാം? ഭഗവാന്റെ ഒരു കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യാം. അത് ഭഗവാൻ പറഞ്ഞതാണ് അല്ലേ? അപ്പോൾ ഞാനിപ്പോൾ ഈ ശരീരം നിങ്ങൾക്ക് തരികയാണെങ്കിൽ അത് എന്തിനു വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും? ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും. അല്ലെങ്കിലും അധികകാലം എനിക്കിതിൽ നിൽക്കാൻ സാധിക്കില്ല. കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും ഞാൻ ഇതിൽ നിന്ന് വിട്ടുപോകേണ്ടി വരും. അപ്പോൾ വെറുതെ ഇത് വേസ്റ്റായി പോകും. ഈ ബോഡി എന്തായി പോകും? വെറുതെ മണ്ണിലിട്ട് എന്തെങ്കിലുമൊക്കെ തിന്നു പോകും, പുഴു തിന്നു പോകും അല്ലെ? അല്ലെങ്കിൽ കാക്ക തിന്നു പോകും, അല്ലെങ്കിൽ കഴുകൻ തിന്നു പോകും. അപ്പൊ അങ്ങനെ വേസ്റ്റ് ആകുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്യാം? എൻ്റെ ഈ ശരീരം ഞാൻ നിങ്ങൾക്ക് നൽകാം എന്ന് പറഞ്ഞിട്ട് ദദീജി സ്വയം ആ പ്രാണനെ ഭഗവാനിലേക്ക് എടുത്തുകൊണ്ട് പൂർണ്ണമായിട്ടും ഭഗവാനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ശരീരം വെടിഞ്ഞു. അങ്ങനെ ശരീരം വെടിഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് യാതൊരു വേദനയും അനുഭവിക്കേണ്ടി വന്നില്ല. അപ്പം എല്ലാവരും ശരീരം വെടിയുന്നത് ഒരേപോലെയല്ല എന്നാണ്. എല്ലാവരും മരിക്കുന്നുണ്ട് അല്ലേ? പക്ഷെ എല്ലാവർക്കും ഈ വേദന അനുഭവിക്കേണ്ട ആവശ്യമില്ല. ഏത് വ്യക്തിയാണോ മനസ്സും ബുദ്ധിയും പൂർണ്ണമായിട്ടും ഭഗവാനിൽ സമർപ്പിച്ച് ഭഗവാനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ശരീരം വെടിയുന്നത്, ആ വ്യക്തിക്ക് ശരീരത്തിന്റെ വേദന അനുഭവപ്പെടുന്നില്ല. ആ വ്യക്തിക്ക് വളരെ സന്തോഷമായിട്ട് മരിക്കാം. നമ്മൾക്ക് കാണാൻ സാധിക്കും അല്ലെ? ഒരുപാട് ഭക്തന്മാരെ ശരീരം വിട്ടുപോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവരൊക്കെ അവരുടെ ആ മുഖത്തിൽ ആ വേദനയൊന്നും ഉണ്ടാകും. ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് നല്ല സന്തോഷത്തോടു കൂടി ആ മുഖത്തൊരു ഭാവമാറ്റവും ഇല്ലാതെ പ്രസന്നമായിട്ടുള്ള മുഖത്തോടു കൂടി ശരീരം വെടിയുന്ന ഭക്തന്മാർ അല്ലെ? മരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കത് മരിച്ചതാണോ എന്ന് തോന്നും. അത്രയും ആ പ്രസന്ന മുഖം ഉണ്ടാകും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അവരാ മരണവേദനയൊന്നും അനുഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. മറ്റുള്ളത് നമുക്ക് മുഖത്ത് കാണാൻ സാധിക്കും. വലിയ കൊടിയ വേദന അനുഭവിച്ചിട്ടുണ്ടാവും, മലമൂത്ര വിസർജനമൊക്കെ നടത്തിയിട്ടുണ്ടാവും, വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാവും. അത് സാധാരണ ആളുകൾക്ക് അങ്ങനെ ഉണ്ടാവും. പക്ഷെ ഭഗവാനിൽ പൂർണ്ണമായിട്ട് മനസ്സ് വെച്ചുകൊണ്ട് ശരീരം വെടിയുകയാണെങ്കിൽ അങ്ങനെ വേദന അനുഭവിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? അവർക്ക് അപ്പോൾ തന്നെ ആ ആത്മീയ ശരീരം കിട്ടിയിട്ടുണ്ടാവും. അവർ ആത്മീയ ശരീരത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ഈ ഭൗതിക ശരീരത്തിന്റെ വേദന അവർക്ക് അനുഭവിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ ആ ദദീജി എന്ത് ചെയ്തു? ആ അസ്ഥി എടുത്തിട്ട് ആ ശരീരത്തിൽ നിന്ന് പോയി. ദേവന്മാരെല്ലാവരും ഈ ശരീരം കിട്ടി അല്ല, അവർക്ക് വലിയ സന്തോഷമായി. എന്തായാലും ഞങ്ങളുടെ ജീവൻ രക്ഷപ്പെട്ടു, ഇദ്ദേഹത്തിന്റെ ശരീരം പോയാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്തു? ഈ എല്ലാം കോരി ആർക്ക് കൊടുത്തോ? അവർക്ക് ഒരു ഇതുണ്ട്, അവരുടെ ശില്പി വിശ്വകർമാവിന് കൊടുത്തു. വിശ്വകർമാവ് അതൊക്കെ തേച്ച് എനിക്ക്
ഒരു ആയുധത്തിന്റെ പരുവത്തിലാക്കി അതിൽ വജ്രായുധം വെച്ച് നല്ലൊരു ആയുധമാക്കി ഇന്ദ്രന് കൊടുത്തു. അപ്പൊ അങ്ങനെയാണ് ഇന്ദ്രന് വജ്രായുധം കിട്ടിയിട്ടുള്ളത്. ഈ വൃത്രാസുരനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് വീണ്ടും വൃത്രാസുരൻ വന്ന സമയത്ത് വലിയ യുദ്ധമായി. അങ്ങനെ യുദ്ധം നടക്കുന്ന സമയത്ത് വൃത്രാസുരന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ദേവേന്ദ്രന് സാധിക്കുന്നില്ല. വലിയ യുദ്ധം. ദേവേന്ദ്രൻ ആദ്യം ഒരു വലിയ ഗദയെടുത്ത് വൃത്രാസുരന്റെ നേരെ എറിഞ്ഞു. വൃത്രാസുരൻ എന്ത് ചെയ്തു? ആ ഗദയും കൊണ്ട് ചെറിയ ഒരു പൂവെടുക്കുന്ന പോലെ ആ ഗദയും കൊണ്ട് പിടിച്ചു വാങ്ങി. ഗദ ഇങ്ങോട്ട് എടുത്തു. ഗദ എടുത്തിട്ട് ഇദ്ദേഹം ഐരാവതത്തിന്റെ പുറത്തിരിക്കുകയാണ്. ആര്? നമ്മുടെ ദേവേന്ദ്രൻ. ഐരാവതത്തിന് പുറത്തിരിക്കുമ്പോൾ ഐരാവതത്തിന് തന്നെ ഒരു അടി കൊടുക്കും. ഐരാവതം എത്രയോ കിലോമീറ്റർ അപ്പുറം ദേവേന്ദ്രനോടൊപ്പം പോയി തെറിച്ചു വേണം. പിന്നെ അവിടെ നിന്ന് ഇദ്ദേഹം എഴുന്നേറ്റ് വരികയാണ്. ഇദ്ദേഹത്തിന് വലിയ നാണം, ഒരു അസുരന്റെ അടി കിട്ടിയിട്ട് ഇത്രയും ദൂരെ പോയിട്ട് വീഴേണ്ടി വന്നു എന്ന് പറഞ്ഞിട്ട് വലിയ നാണം ആയി. ഇവർ വീണ്ടും യുദ്ധം ചെയ്യുകയാണ്. ആ യുദ്ധത്തിന്റെ സമയത്ത് ബാക്കി അസുരന്മാരൊക്കെ ദേവന്മാരുടെ ശക്തി കണ്ട് പേടിച്ചോടിപ്പോയി. ദേവന്മാരൊക്കെ അവിടുന്ന് സ്ഥലം കാലിയായി. അസുരന്മാരൊക്കെ അവിടുന്ന് സ്ഥലം കാലിയായി. എന്നാലും അപ്പോഴാണ് വൃത്രാസുരന്റെ ചില സ്വഭാവങ്ങളൊക്കെ ഈ ദേവേന്ദ്രന് മനസ്സിലാവാൻ തുടങ്ങി. വൃത്രാസുരനെ ഒരിക്കലും പേടിച്ചോടിയില്ല. വൃത്രാസുരൻ വലിയ യുദ്ധം നടക്കുമ്പോഴും കൂടെയുള്ള അസുരന്മാരൊക്കെ പോയപ്പോഴും ഇദ്ദേഹത്തിന് വലിയ ധൈര്യമുണ്ടായി. എന്താണ് ആ ധൈര്യത്തിന്റെ കാരണം? ഭഗവാനുണ്ട്, അല്ലേ? ഭഗവാൻ എന്നെ രക്ഷിക്കും എന്നുള്ളൊരു ആ ധൈര്യം. അല്ലെങ്കിൽ ഏതൊരു അവസരത്തിലും ഭഗവാൻ എന്റെ കൂടെയുണ്ട്. ഇനി ഇന്ദ്രനാൽ വധിക്കപ്പെടുന്നതാണ് എന്റെ നിയോഗമെങ്കിൽ ഞാൻ ഓടിപ്പോയതുകൊണ്ട് കാര്യമില്ല. ഭഗവാൻ അതാണ് വിചാരിച്ചതെങ്കിൽ അത് നടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് വൃത്രാസുരൻ മാത്രം അവിടെ നിന്നിട്ട് ദേവന്മാരോടൊക്കെ പൊരുതി എന്നാണ് പറയുന്നത്. ആ സമയത്ത് വൃത്രാസുരൻ ഒരു ശൂലമെടുത്തിട്ട് ദേവേന്ദ്രനെ എറിഞ്ഞ സമയത്ത് ദേവേന്ദ്രന്റെ കയ്യിൽ നിന്ന് ആ വജ്രായുധം വീണുപോയി. വജ്രായുധം താഴോട്ട് വീണുപോയി. ആ സമയത്ത് ദേവേന്ദ്രന്റെ കയ്യിൽ ആയുധമൊന്നുമില്ല. വേണമെങ്കിൽ വൃത്രാസുരൻ എന്ത് ചെയ്യാം? ആ സമയത്ത് ദേവേന്ദ്രനെ ആ കിട്ടിയ ചാൻസിൽ വധിക്കാം, അല്ലെ? തന്റെ ആയുധം കൊണ്ട് വധിക്കാം. പക്ഷെ വൃത്രാസുരൻ പറഞ്ഞു, എടുത്തോളൂ, അതെ, നിങ്ങളുടെ വജ്രായുധം വീണുപോയി, ഞാനൊന്നും ചെയ്യില്ല, ഞാനിപ്പം ഒന്നും ചെയ്യില്ല, നിങ്ങൾ എടുത്തോളൂ. നിങ്ങൾ എടുത്തിട്ട് ആ വജ്രായുധം കൊണ്ട് എൻ്റെ കഴുത്ത് വെട്ടണം, അപ്പോഴാണ് ഞാൻ മരിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇദ്ദേഹത്തിന് വലിയ അത്ഭുതമായി. ദേവേന്ദ്രന് ഇതെന്തൊരു അസുരനാണ്, ഇങ്ങനെ ഒരു അസുരനെ ഞാൻ കണ്ടിട്ടില്ല. ഇദ്ദേഹം വളരെ മാന്യനായിട്ടുള്ള ഒരു അസുരനാണ്. നല്ല ക്വാളിറ്റീസ് ഉണ്ട്. ഇദ്ദേഹത്തിന് ഒരു ഭയമില്ല, ഏത് സാഹചര്യത്തിലും ഒരു ഭയമില്ല. ഭഗവാന്റെ സംരക്ഷണം ഉണ്ടാകും എന്നുള്ള ധൈര്യമുണ്ട്. മാത്രമല്ല ഇദ്ദേഹം പറയുന്നത്, നിങ്ങൾ ആ ആയുധമെടുത്ത് എന്നെ വധിക്കണം, അപ്പോഴാണ് ഞാനും വിജയിക്കുന്നത്, നിങ്ങളും വിജയിക്കുന്നത്. യഥാർത്ഥത്തിൽ വൃത്രാസുരൻ അവിടെ മരണത്തിന് കാത്തു നിൽക്കുകയാണ്. വൃത്രാസുരൻ അവിടെ പറഞ്ഞു, നിങ്ങൾ ആ ആയുധമെടുത്ത് എന്നെ കൊല്ലുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ പൂർണ്ണമായിട്ടും ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോഴും പൂർണ്ണമായിട്ടും ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സമയത്ത് നിങ്ങൾ എന്നെ കൊല്ലുകയാണെങ്കിൽ ഞാൻ എങ്ങോട്ട് പോകും? ഞാൻ ഗോലോകത്തിലേക്ക് പോകും, ഞാൻ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകും. നിങ്ങൾ എന്നെ കൊല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് സ്വർഗ്ഗലോകം കിട്ടും, അല്ലെ? നിങ്ങൾ വിജയിക്കും. യുദ്ധത്തിൽ ആര് ജയിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാ വിജയിക്കുന്നത്? ദേവേന്ദ്രനാണ് വിജയിക്കുന്നത്. വൃത്രാസുരനെ കൊന്നു എന്നാണ് സാധാരണ വിചാരിക്കുന്നത്. നിങ്ങൾ വിജയിക്കും. പക്ഷെ എന്ത് സംഭവിക്കും? നിങ്ങൾ വീണ്ടും വീണ്ടും ഇവിടെ തന്നെ ഈ ഭൗതിക ലോകത്തിൽ തന്നെ കിടക്കും. ഞാൻ ഭഗവാന്റെ അടുത്തേക്ക് പോകും. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ആരാണ് വിജയിക്കുന്നത്? ഞാനാണ് വിജയിക്കുന്നത് എന്ന് വൃത്രാസുരൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. നിങ്ങൾ ഒരിക്കലും നാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ മടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആ ആയുധമെടുത്ത് എന്നെ വധിക്കണം, എൻ്റെ കഴുത്ത് പൂർണ്ണമായിട്ടും അറുക്കണം. ആ കഴുത്ത് പൂർണ്ണമായിട്ടും അറുത്താലേ ഞാൻ മരിച്ചു പോകുള്ളൂ എന്നങ്ങോട്ട് പറഞ്ഞോളൂ. അപ്പം ഇത് ആ അസുരന്റെ ആ ഒരു ഉയർന്ന ശുഭാശുഭ പരിത്യാഗി, എത്ര വലിയ ദുരിതത്തിലും അല്ലെങ്കിൽ എത്ര നെഗറ്റീവായിട്ടുള്ള അവസ്ഥയിലും ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചു നിൽക്കുന്നതിനുള്ള
ഉദാഹരണമാണ്. അല്ലേ? യുദ്ധത്തിൽ നമ്മൾ എന്താണ് വിചാരിക്കുക? എങ്ങനെയെങ്കിലും നമ്മൾ യുദ്ധത്തിൽ വിജയിക്കണം എന്നാണ് വിചാരിക്കുക. പക്ഷെ ഭഗവാനിൽ പൂർണ്ണമായിട്ടും ശരണം പ്രാപിച്ച ഒരു വ്യക്തിക്ക് അറിയാം, ഞാൻ ഏത് സാഹചര്യത്തിലാണെങ്കിലും ഞാൻ ഒരിക്കലും പരാജയപ്പെടുന്നില്ല. പുറമേ കാണുന്നവർക്ക് എന്തെങ്കിലും പരാജയമായി തോന്നിയാലും അത് യഥാർത്ഥത്തിൽ പരാജയമല്ല എന്ന്. അല്ലേ? അപ്പൊ ഭക്തന്മാർക്ക് രണ്ടു തരം വിജയമുണ്ട്. അവർ വിചാരിക്കും ഒന്നുകിൽ ഞാൻ ഭൗതികമായിട്ട് വിജയിക്കും, അല്ലെങ്കിൽ ഞാൻ ആത്മീയമായിട്ട് വിജയിക്കും. ഭക്തന് എന്ത് മാത്രമേ ഉള്ളൂ? വിജയം മാത്രമേ ഉള്ളൂ. അർജുനോട് ഭഗവാൻ പറയുന്നത് ഇതാണ്, അല്ലേ? നീ യുദ്ധത്തിൽ തോൽക്കുകയാണെങ്കിൽ നീ സ്വർഗത്തിലേക്ക് പോകും. നീ യുദ്ധത്തിൽ ജയിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നിനക്ക് രാജ്യം കിട്ടും. രണ്ടും എന്താണ്? രണ്ടും വിജയം തന്നെയാണ്. അപ്പം ഭക്തന്മാർക്ക് ആത്മീയമായിട്ടുള്ള ഗതിയും അറിയാം, ഭൗതികമായിട്ടുള്ള ഗതിയും അറിയാം. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? രണ്ടിലും വിജയം കാണും. പരാജയത്തിലും അവര് വിജയം കാണും. അപ്പം വൃത്രാസുരൻ അങ്ങനെ പറഞ്ഞ സമയത്ത് ദേവേന്ദ്രന് വലിയ സങ്കടമായി. ഇത്രയും ഉയർന്ന ഒരു ഭക്തനെയാണ് ഞാൻ അസുരനാണെന്ന് വിചാരിച്ചത്. കാണുമ്പോൾ അസുരന്റെ രൂപമാണ്, അല്ലേ? അസുരന്റെ പ്രകൃതിയാണ്. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഉള്ളിലും എന്തുണ്ട്? ഒരു ശുദ്ധ ഭക്തനുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഏത് ശരീരത്തിലുള്ള ജീവിക്ക് വേണമെങ്കിലും, ഏത് ശരീരത്തിലുള്ള മനുഷ്യന് വേണമെങ്കിലും, ഏത് രൂപത്തിലുള്ള മനുഷ്യന് വേണമെങ്കിലും ഭക്തി ചെയ്യാം. ഭക്തി ചെയ്യുന്നതിന് ഒരവസ്ഥയും എന്തല്ല, തടസ്സമല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അസുരൻ പോലും ഭഗവാന്റെ ഭക്തി ചെയ്ത് നേരിട്ട് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചുപോയി. സാധാരണഗതിയിൽ ആളുകൾ പറയാം, നമ്മൾ അസുരനാണെങ്കിൽ ഭഗവാന്റെ അടുത്തേക്ക് ആ ജന്മത്തിൽ പോകാൻ സാധിക്കില്ല എന്നാണ്, അല്ലേ? പക്ഷേ വൃത്രാസുരൻ അങ്ങനെയല്ല. അസുര ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഭക്തി ചെയ്ത് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചുപോയി. അപ്പൊ എല്ലാ സാഹചര്യത്തിലും ഭക്തൻ എന്ത് കാണുന്നുണ്ട്? അതിലൊരു പോസിറ്റീവ് സൈഡ് കാണുന്നു, അല്ലെ? അല്ലെങ്കിൽ ഭക്തിക്ക് അനുകൂലമായിട്ടുള്ളൊരു കാര്യം കാണുന്നുണ്ട്. ഏതൊരു അവസ്ഥയിലാണെങ്കിലും എനിക്ക് പരാജയമില്ല, ഞാൻ ഭഗവാനെ ശരണം പ്രാപിച്ചത് കൊണ്ട് എനിക്ക് പരാജയമില്ല എന്ന് ആർക്ക് ഉറപ്പുണ്ട്? ഭക്തന് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് എല്ലാ സാഹചര്യത്തിലും ഒരേപോലെ ഇരിക്കാൻ സാധിക്കുന്നത്. ആ ഒരു കാര്യം മനസ്സിലാക്കിയ ഭക്തനെ ഭഗവാന് വളരെയധികം ഇഷ്ടമാണ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ശുഭാശുഭപരിത്യാഗി ഭക്തിമാൻ യസമേ പ്രിയ യോന ഹൃഷ്യതി ന ദ്വേഷ്ടി ന ശോചതി ന കാംക്ഷതി. യോന ഹൃഷ്യതി, ഭൗതികമായിട്ട് എന്തെങ്കിലും കിട്ടുമ്പോൾ വലിയ സന്തോഷം, ഭൗതികമായിട്ട് എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോൾ വലിയ സങ്കടം. ഇത് രണ്ടുമില്ല. കാരണം അവർ ആത്മീയമായിട്ടുള്ള നേട്ടത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ശുഭാശുഭ പരിത്യാഗി, നല്ലതും ചീത്തയും വന്നു കഴിഞ്ഞാലും ഒരേപോലെ ഇരിക്കും. അപ്പൊ അവർക്ക് അറിയാം എന്താണ്, ഭക്തിക്ക് ഏതൊരു അവസരത്തിലും ഒരു കുഴപ്പവും സംഭവിക്കുന്നില്ല. ചിലപ്പോൾ വിപരീതമായിട്ടുള്ള സാഹചര്യമായിരിക്കും ഭക്തിക്ക് നല്ലതായിട്ട് വരുന്നത്, അല്ലെ? കുന്തിദേവി അതാണ് പ്രാർത്ഥിച്ചത്. വല്ലാണ്ട് സൗകര്യം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഇതിന്റെ ആവശ്യമില്ല എന്ന് വിചാരിക്കും. ദേവേന്ദ്രനെ പറ്റിയ പോലെ ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ വൃത്രാസുരൻ നമ്മൾക്ക് വലിയൊരു ഉദാഹരണമാണ്. ഏത് സാഹചര്യത്തിലും ഭഗവാന്റെ ഭക്തിയിൽ തന്നെ ഉറച്ചു നിന്നിട്ടുള്ള ഒരു ഭഗവാന്റെ ശുദ്ധഭക്തൻ. അങ്ങനെയുള്ള ഭക്തന്മാർ യഥാർത്ഥത്തിൽ ദേവന്മാരെക്കാൾ ഉപരിയാണ് നമ്മൾ. ദേവന്മാരെക്കാൾ ഉപരിയാണ് അവരുടെ യഥാർത്ഥ സ്ഥാനം. ദേവന്മാർ സകാമ ഭക്തന്മാരാണ്, ഇങ്ങനെയുള്ള ശുദ്ധഭക്തന്മാർ അകാമ ഭക്തന്മാരാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഭക്തന്മാരുടെ സ്വഭാവമാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മൾക്കും ഇങ്ങനെയുള്ള ഭക്തന്മാരെ കുറിച്ച് കേൾക്കുന്ന സമയത്ത് ആ ഗുണങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും, അല്ലെ? ആ ഗുണങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കും, ആ ഗുണങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതോറും നമുക്ക് ആ ഗുണങ്ങൾ അല്പാൽപമായിട്ട് ആർജിക്കാനും സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഭഗവത്ഗീതയിലെ തത്വങ്ങളെ വിശദീകരിച്ച് ഭാഗവതത്തിൽ നമ്മൾക്ക് ചരിത്രങ്ങളൊക്കെ, ഭക്തന്മാരുടെ ചരിത്രമൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഭഗവാൻ പറയുന്ന ഓരോ ഗുണത്തിനും ഓരോ ഭക്തന്മാരുടെ ഉദാഹരണം നമുക്ക് ഭാഗവതത്തിൽ കാണാൻ സാധിക്കും. ഹരേ കൃഷ്ണ. ശില പ്രഭുപാദി ജയ. ഇവിടെ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ.
ശീലപ്രഭാതർ പറയുന്നുണ്ട് ഭാവാർത്ഥത്തിൽ ഈ ഭഗവാനെ കുറിച്ച് പറഞ്ഞ സമയത്ത് അവിടെ ശീലപ്രഭാതർ പർപ്പട്ടിൽ പറയുന്നുണ്ട് ഇവിടെ ഇന്ദ്രനാണ് അസുരൻ, ഇന്ദ്രനാണ് അസുരൻ, വൃത്രാസുരൻ ദേവനാണ് എന്ന് പറയും സ്വഭാവമാണ്. കാരണം ഭൗതികമായിട്ടുള്ള താല്പര്യം വെച്ചിരിക്കുന്ന ആളാണ് അസുരൻ. ഭഗവാനെ നിരന്തരം സ്മരിക്കുന്ന വ്യക്തിയാണ് ഭക്തൻ അല്ലെങ്കിൽ സുരൻ എന്ന് പറയും. അപ്പം ഇദ്ദേഹത്തിന്റെ കുഴപ്പം എന്താ വെച്ച് കഴിഞ്ഞാല് അസുരന്മാരുടെ വർഗത്തിൽ ജനിച്ചു, അസുരന്മാരുടെ കൂട്ടത്തിലായി എന്ന് മാത്രമേ. പുറത്ത് ആസുരിക പ്രകൃതമാണ്, പക്ഷെ ഇദ്ദേഹത്തിന്റെ ബോധം ഭക്തനായിട്ടുള്ള ബോധമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് വീണ്ടും ജനിക്കേണ്ടി വന്നില്ല. അദ്ദേഹത്തിന് ആ ബോധമുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിച്ചു. മറ്റതൊരു ടെക്നിക്കലായിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ്. സുരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ വിഷ്ണുവിനെ ആരാധിക്കുന്നവനെയാണ് ദേവൻ എന്ന് പറയുന്നത്. ഭഗവാൻ വിഷ്ണുവിനെ ആരാധിക്കാൻ തയ്യാറല്ലാത്ത വ്യക്തി അസുരനാണ്. പക്ഷെ ഇദ്ദേഹം അസുരന്മാരുടെ വർഗത്തിലായിട്ട് പോലും ഭഗവാൻ ആരാധിച്ചു, ഉള്ളിൽ ഭഗവാൻ തന്നെയായിരുന്നു. അതുകൊണ്ട് ആക്ച്വലി ഇദ്ദേഹം ശുദ്ധഭക്തനാണെന്നുള്ളത്. ദേവന്മാരെക്കാൾ ഉപരിയാണ് ഇദ്ദേഹത്തിന്റെ സ്ഥാനം എന്നാണ് പറയുന്നത്. വൈഷ്ണവനാണെങ്കിലും അദ്ദേഹം ഭൗതിക ആഗ്രഹങ്ങൾ വെച്ച് കൊണ്ടിരിക്കുന്ന ആളാണ്. അദ്ദേഹം ഒരിക്കലും ശുദ്ധഭക്തി ചോദിക്കുന്നില്ല. എനിക്ക് ഭഗവാന്റെ ഭക്തി മാത്രം മതി, ഏത് സാഹചര്യമാണെങ്കിലും കുഴപ്പമില്ല, അസുരന്മാരെ ആക്രമിച്ചാലും കുഴപ്പമില്ല, എൻ്റെ ഇന്ദ്രപദവി പോയാലും കുഴപ്പമില്ല, എനിക്ക് അങ്ങയുടെ ഭക്തി മാത്രം കിട്ടിയാൽ മതി എന്ന് ഒരിക്കലും പ്രാർത്ഥിച്ചില്ല. ന ധനം ന ജനം ന സുന്ദരി, അങ്ങനെ ഇന്ദ്രൻ ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല. എൻ്റെ ധനം പോയി, എൻ്റെ സ്ഥാനം പോയി, അത് വീണ്ടും തിരിച്ചു കിട്ടണം. ആ സ്ഥാനം തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഭഗവാനെ നിരന്തരം സമീപിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഇമ്പോർട്ടൻ്റ് എന്താണ്? ഭഗവാനല്ല, അദ്ദേഹത്തിന്റെ പൊസിഷനാണ് ഇമ്പോർട്ടൻ്റ് അല്ലേ? ഇതേ കാര്യം ബലിമഹാരാജാവ് പറയുന്നുണ്ട്. ഇന്ദ്രൻ എന്തൊരു മണ്ടനാണ്. ഈ ഭൗതിക ഒരു രാജ്യം കിട്ടുന്നതിന് വേണ്ടി, സ്വർഗം കിട്ടുന്നതിന് വേണ്ടി ഭഗവാനെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യിപ്പിച്ചു അല്ലെ? ഭഗവാൻ വാമന രൂപത്തിൽ വരേണ്ടി വന്നു, എന്നോട് 3 അടി മണ്ണ് യാചിച്ച് അതിന്റെ ശിരസിൽ തലവെച്ച് ഇങ്ങനെ ഒരുപാട് റിസ്ക് എടുത്തു. ഒരു ഭൗതിക രാജ്യം കിട്ടുന്നതിന് വേണ്ടി ഭഗവാനെ കൊണ്ട് ഇത്രയൊക്കെ സേവനം ചെയ്യിപ്പിച്ചു. എല്ലാവരും ഭക്തന്മാർ എന്തിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്? ഭഗവാന്റെ സേവനം കിട്ടണേ എന്ന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ഇദ്ദേഹം ഭഗവാനെ കൊണ്ട് സേവനം ചെയ്യിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞിട്ട് ബലിമഹാരാജാവ് പറയുന്നത്. പക്ഷെ ഭഗവാനെ ആരാധിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഉയർന്നു വരാനുള്ള സാഹചര്യങ്ങൾ കൊടുത്തുകൊണ്ട് ഇദ്ദേഹം എന്നെ ശരണം പ്രാപിച്ചു, സുകൃതിയാണ് അല്ലെ? അർത്ഥോ ജിജ്ഞാസു അർത്ഥാർത്ഥി, അതിൽപ്പെട്ട അർത്ഥാർത്ഥി ഒരു സുകൃതി ആയതുകൊണ്ട് മാത്രമല്ല ഈ യൂണിവേഴ്സിറ്റിന്റെ മാനേജ്മെന്റ് ഒക്കെ നോക്കുന്നുണ്ട്. അദ്ദേഹം ഇന്ദ്രന്റെ പദവിയൊക്കെ മാനേജ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഈ ഭൗതിക ലോകത്തിൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് അദ്ദേഹത്തിന് മാക്സിമം സപ്പോർട്ട് ഭഗവാൻ കൊടുക്കുന്നുണ്ട്. അദ്ദേഹം ഉയർന്നു വരും എന്ന് ഭഗവാന് പ്രതീക്ഷയുണ്ട്. അതുകൊണ്ടാണ് യെസ്, അത് നമ്മൾ സാഹചര്യം നോക്കിയിട്ട് ചെയ്യണം അല്ലേ? നമ്മൾക്കൊരു വ്യക്തിയെ ആ ഗുരുവിനെ അറിയാം ഇദ്ദേഹം നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. ഗുരുവിനറിയാം അദ്ദേഹം ചെയ്യുന്നത് റെസ്പെക്റ്റോട് കൂടിയാണോ അല്ലയോ എന്നുള്ളത്. ഇദ്ദേഹത്തിന്റെ മനസ്സിൽ യഥാർത്ഥ റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ ഭഗവാൻ നമ്മൾക്ക് കാണിച്ചു തരും. ദദാമി ബുദ്ധിയോഗം, എന്താണ് ആ അവസരത്തിൽ ചെയ്യേണ്ടത് എന്നുള്ള ബുദ്ധിയോഗം ഭഗവാൻ നൽകുന്നതാണ്. നമ്മൾക്ക് ആദ്യമേ ഇങ്ങനെ ഗുരു വരുമ്പോൾ ഇന്നത്തെ കാര്യം ചെയ്യണം, പ്ലാൻ ചെയ്തെല്ലാം ചെയ്യാൻ സാധിക്കും അല്ലേ? നമ്മൾ ഭഗവാനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഭഗവാൻ നമ്മൾക്ക് അതിനനുസരിച്ചുള്ള ബുദ്ധിയോഗം നൽകുകയാണ് ചെയ്യുന്നത്. ആത്മാർത്ഥമായിട്ട് നമ്മൾക്ക് റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഭഗവാൻ നമുക്ക് കാണിച്ചു തരും. യഥാർത്ഥത്തിൽ നമ്മൾക്ക് റെസ്പെക്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ ഭഗവാനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഭഗവാൻ നമ്മൾക്ക് അതിനനുസരിച്ചുള്ള ബുദ്ധിയോഗം നൽകുകയാണ് ചെയ്യുന്നത്. ആത്മാർത്ഥമായിട്ട് നമ്മൾക്ക് റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഭഗവാൻ നമുക്ക് കാണിച്ചു തരും.
ഓട്ടോമാറ്റിക്കായിട്ട് മിസ്ബിഹേവിയർ ചെയ്യും. അതങ്ങനെയാണ്. അപ്പോൾ ഉള്ളിൽ നിന്നാണ് അത് ആക്ച്വലി. ആ റെസ്പെക്റ്റ് ആക്ച്വലി ഉള്ളിലാണ്. നമ്മൾ പുറത്തെന്ത് കാണിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉള്ളിലാണ് റെസ്പെക്റ്റ് ഉള്ളത്. ആക്ച്വൽ റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ ഭഗവാൻ അതിനെ സപ്പോർട്ട് ചെയ്യും. കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വൈകുന്നേരം നമ്മളോട് പറഞ്ഞു തരും എങ്ങനെ ഗുരുവിനെ റെസ്പെക്ട് ചെയ്യണമെന്നുള്ള ഡീറ്റെയിൽസ്. ഈ കഥയിൽ വേറൊരു സംഭവം ഞങ്ങളെ പഠിപ്പിച്ചതിൽ അതിൽ പുനർജന്മത്തിന്റെ, അതായത് ശുദ്ധ ഭക്തിയുടെ ആ ഒരു ആ ട്രാൻസ്മൈഗ്രേഷൻ ഓഫ് സോള് ആ കഥയിൽ ഈ ഭാഗത്തുള്ളത് ഒപ്പം ജഡബന്ധനങ്ങൾ. കാരണം അവരാ സോളിന്റെ ട്രാൻസ്മൈഗ്രേഷൻ ആ ബോഡി എടുക്കുമ്പോൾ ഭഗവാൻ തിരിച്ചാൽ ബോഡി പോകുമ്പോൾ അവർ ഭക്തി ഉള്ളിൽ നിൽക്കുക. അപ്പോൾ അത് ആ ഒരു ഇൻസിഡന്റുകൾ കാണിക്കുന്നത് ആ പുനർജന്മം ഉണ്ട് എന്നുള്ള കഥയാണ്. പുനരാഗമനം ഇത് പുനർജന്മത്തിന് ഒരുപാട് ഉദാഹരണത്തിലൊരു ഉദാഹരണമാണ്. ഭക്തിയുടെ ശക്തി കൊണ്ടാണ് അത് വരുന്നത്. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് എനിക്ക് കുറെ ജന്മം കഴിഞ്ഞു, പക്ഷെ എല്ലാവർക്കും ശുദ്ധഭക്തിയുടെ ശക്തി കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ആ ഓർമ്മ കിട്ടുന്നത്, ഭക്തിയുടെ ഓർമ്മ വരുന്നത്. അതാ അതർവൈസ് ഈ കാലഘട്ടത്തിൽ ഇല്ലല്ലോ, അതൊന്നും ആപ്ലിക്കബിൾ ആയിരിക്കും. അത് ആ യുഗങ്ങളിലെ ആ ശക്തി എല്ലാ യുഗത്തിലും ഉണ്ടാവും. ഓർമ്മയില്ലല്ലോ. എല്ലാ യുഗത്തിലും ഉണ്ടാവും. ഭക്തി ചെയ്ത ഒരു വ്യക്തിക്ക് പൂർവജന്മത്തിന്റെ ആ ഭക്തി പുനരുജ്ജീവിക്കാൻ പറ്റിയ ഓർമ്മ ഭഗവാൻ പരമാത്മ രൂപത്തിൽ കൊടുക്കും. ഭഗവത്ഗീതയിൽ പറയുന്നത് പൂർവാഭ്യാസേന തേനൈവ ഹൃദയേ അവശോഭിസ എന്ന് 6ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. നമ്മൾ പൂർവജന്മത്തിൽ ഭക്തി ചെയ്തിട്ടുണ്ടെങ്കിൽ തുടർന്ന് ചെയ്യാനുള്ള ഓർമ്മ ആരാണ് നൽകുന്നത്? ഓർമ്മ നൽകുന്നത് ഭഗവാനാണ്. ഭഗവാൻ ഓർമ്മ തന്നില്ലെങ്കിൽ നമ്മൾക്ക് തുടർന്ന് ഭക്തി ചെയ്യാൻ സാധിക്കും. അപ്പോൾ എല്ലാ യുഗത്തിലും അത് സംഭവിക്കും. ഭക്തി ഒരിക്കലും നശിക്കുന്നില്ല, അവ്യയമാണ്. അത് ഏതെങ്കിലും ഒരു യുഗത്തിന് സ്പെസിഫിക് അല്ല, എല്ലാ യുഗത്തിനും ആ ഓർമ്മ ഭഗവാൻ നമ്മൾക്ക് നൽകും. അപ്പോഴാണ് നമ്മൾക്ക് അതിനോട് താല്പര്യം ഉണ്ടാകുന്നത്, അത് തുടർന്ന് ചെയ്യാൻ നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഹരേ കൃഷ്ണ. ശില പ്രഭുപാദി കി ജയ.